അവിടെ വെച്ചാണ് തുടക്കം. ആദ്യം ഒരു താല്പര്യമാണ് അല്ലെ, പഠിക്കാനുള്ള താല്പര്യം, ജീവിക്കാനുള്ള താല്പര്യം. യെസ്. അപ്പൊ അവിടെ നിങ്ങൾ സക്സസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സാധാരണ ഞാൻ ഉൾപ്പെടെ ഞാൻ ഭയങ്കര ലേറ്റ് ആ ക്ലാസ്സിനൊക്കെ. എന്റെ ഓഫ്ലൈൻ ക്ലാസ് ഇരുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു 5 മിനിറ്റ് ഒക്കെ ലേറ്റ് ആവും. പക്ഷെ ഇന്ന് ഞാനൊരു 15 മിനിറ്റ് നേരത്തെ വന്നു. നിങ്ങളും നേരത്തെ വന്നു, നിങ്ങളും കുറെ പേര് നേരത്തെ വന്നു. Aksa, can you hear me? Good evening, Aksa. You can hear me? I'm audible? Yes, sir. Okay, clear, right? നല്ല പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. Yes, sir. Okay. Thank you. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സെഷൻ. ഓക്കെ, ഗുഡ് ഈവനിങ് ഗൈസ്. നിങ്ങൾ എല്ലാവരും പുതിയ സിലബസിലോട്ടുള്ള ആ ഒരു യാത്രയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. യെസ്. നിങ്ങളുടെ മുന്നില് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഡൗട്ടുകളും, എങ്ങനെ മുന്നിലോട്ട് പോകണം, എന്തൊക്കെയായിരിക്കണം സ്ട്രാറ്റജി, എന്ത് പ്ലാൻ വെക്കണം, അങ്ങനത്തെ പല രീതിയിലുള്ള ചിന്തകളുണ്ടാവും. അപ്പൊ ആ ചിന്തകൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു 10-15 മിനിറ്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ക്ലാരിറ്റി കിട്ടും. മെയ് 2024 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ ഒരു ക്ലാരിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു അടുത്തൊരു 15-20 മിനിറ്റ്സ് എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ എല്ലാ സബ്ജക്ട്സിനെയും പറ്റിയിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടും. നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. എന്നിട്ടായിരിക്കും ഞാൻ ലോയിലോട്ട് കയറാൻ പോകുന്നത്. ഓക്കെ എവരിബഡി? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങട്ടോ. കേൾക്കാലോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാലോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. എല്ലാവർക്കും കേൾക്കാലോ? യെസ്, വെരി ഗുഡ് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ലിസൺ ടു മീ. നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്നത് Jan 13th. യെസ്. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം, എത്ര ദിവസമാണുള്ളത് ഇനി മേലോട്ട് നോക്കുകയാണെങ്കിൽ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജാനുവരി മാസം എത്ര ദിവസമുണ്ട്? ഇനി ഒരു 31 ദിവസം, 31 ദിവസത്തിൽ നിന്ന് 13 പോയി ഒരു 18ഓളം ദിവസം ഇനിയുമുണ്ട്. ഏത് മന്ത്? ജാനുവരി മന്ത്. ഒരു 18 ഡേയ്സും കൂടെ ഉണ്ട്, ആണല്ലോ. ഫെബില് ഇപ്രാവശ്യം 29 ഡേയ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മാർച്ച് ആസ് യൂഷ്വൽ 31 ഡേയ്സ് ഉണ്ട്. ഏപ്രിൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? 30 ഡേയ്സ് ഉണ്ട്, ആണല്ലോ. യെസ്. ഞാനേ മെയ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അത് എന്തുകൊണ്ടാണ് എഴുതുന്നതെന്ന് വെച്ചാലേ, മേലാണ് എക്സാം, ശരിയാണ്. പക്ഷേ 2024 ലോക്സഭ എലക്ഷൻസ് നടക്കാൻ പോകുകയാണ്. അപ്പൊ ലോക്സഭ എലക്ഷൻസ് വരാൻ പോകുന്നത് മെയ് മാസത്തിലാണ്. ഇത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇന്റർമീഡിയറ്റിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫേസ് ചെയ്യുന്നത് 2014 മെയ്യിലായിരുന്നു. അന്നും മെയ് എക്സാം ഒരു 23-25 ദിവസം പോസ്റ്റ്പോൺ ചെയ്ത് 25-ാം തീയതി 6-ാം തീയതി ആണ് മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ എനിക്ക് ഒരു 25 ഡേയ്സ് എക്സ്ട്രാ കിട്ടിയിരുന്നു ഈ മെയിലിൽ. അത് കാരണം ആണെന്ന് തോന്നുന്നു എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ദൈവം സഹായിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയിരുന്നു. 4 വിഷയങ്ങളായിരുന്നു. അത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ആ ഒരു ചെറിയൊരു എക്സ്ട്രാ ഡേയ്സും കൂടെ കിട്ടിയത് കൊണ്ട് കുറച്ചും കൂടെ എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ പറ്റി. ഓക്കെ. തൽക്കാലം എലക്ഷൻസ് എന്നാണെന്നൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഡേറ്റ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡേറ്റ് ഡിക്ലെയർ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് അസംഷൻ തന്നെ എടുക്കാം? മേല് തന്നെയായിരിക്കും എക്സാം എന്നുള്ളൊരു അസംഷൻ എടുക്കാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ്പോൺമെന്റ് എക്സാമിന് വരികയാണെങ്കിൽ അത് എക്സ്ട്രാ ഡേയ്സ് നിങ്ങളുടെ റിവിഷൻ പർപ്പസിനും മോക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അത് മാറ്റി വെക്കാം. മനസ്സിലായോ? അത് ഗോഡ് തരുന്ന ഒരു എക്സ്ട്രാ ഡേയ്സ് ആണ്. എന്ത് പർപ്പസിന്? റിവിഷൻ പർപ്പസും മോക്ക് പർപ്പസിനും. അപ്പൊ മേല് നിങ്ങൾക്ക് എക്സ്ട്രാ ഡേയ്സ് കിട്ടും. അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ഒരു പ്ലാൻ മുന്നിലോട്ട് പോകരുത്. നമ്മളുടെ എക്സാം മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് ആസ് യൂഷ്വൽ എന്നങ്ങ് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? എക്സ്ട്രാ വരികയാണെങ്കിൽ വരട്ടെ. അന്ന് നമുക്ക് റിവിഷൻ പർപ്പസിനും പിന്നെ മോക്ക് എക്സാംസ് ഒക്കെ എഴുതി നമുക്ക് ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചിന്തയിൽ തന്നെ മുന്നിലോട്ട് പോകണം? മെയ് ഫസ്റ്റ് വീക്ക്
തന്നെയാണ് നിങ്ങളുടെ എക്സാം. മനസ്സിലായോ? യെസ്, ഇതുവരെ ക്ലിയർ അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് കിട്ടും? 18 പ്ലസ് 29 പ്ലസ് 31 പ്ലസ് 30, 108 ഡേയ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടിൽ മെയ്. ആണല്ലോ. ഇത് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കും എന്നാണ് വലിയൊരു ചോദ്യം. 108 ഡേയ്സ്. 108 ഡേയ്സ് കൊണ്ട് CA ഇന്റർമീഡിയറ്റ് അത് സിംഗിൾ ഗ്രൂപ്പ് ആസ്പിറൻസ് ആണെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ആസ്പിറൻസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ, ബോത്ത് ഗ്രൂപ്പ്സ് എഴുതുന്നവർക്കാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നാണ് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നൽകാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഞാനേ 2 സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. ഗ്രൂപ്പ് 1ഉം പിന്നെ അതേപോലെ ഗ്രൂപ്പ് 2. ഓക്കെ, എന്നിട്ട് നടുക്ക് ഞാൻ ജസ്റ്റ് ബോത്ത് ഗ്രൂപ്പ്സ് എന്ന് എഴുതുകയാണേ. അപ്പം നിങ്ങളുടെ ഇടയിൽ ചില പേര് ഗ്രൂപ്പ് 1 മാത്രം അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ചില പേര് ഗ്രൂപ്പ് 2 അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവരിപ്പോ ഈ വീഡിയോ കാണുന്നില്ല. പക്ഷെ എന്നാലും അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, ബോത്ത് ഗ്രൂപ്പ്സ് അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെ വേണം ഇത് അപ്രോച്ച് ചെയ്യാൻ? ഗ്രൂപ്പ് 1ലെ ആദ്യത്തെ പേപ്പർ ഏതാ? അഡ്വാൻസ് അക്കൗണ്ടിങ് ആണല്ലോ. ആണല്ലോ ഗൈസ്. രണ്ടാമത്തെ പേപ്പർ ഏതാ? രണ്ടാമത്തെ പേപ്പർ ലോ ആണ്. ആണല്ലോ. മൂന്നാമത്തെ പേപ്പർ ഏതാ? മൂന്നാമത്തെ പേപ്പർ ടാക്സേഷൻ പേപ്പർ ആണ്. ആണല്ലോ. ഗ്രൂപ്പ് 2ലോ നിങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് വരുന്ന പേപ്പർ, പിന്നെ ഓഡിറ്റിംഗ് വരുന്ന പേപ്പർ, പിന്നെ നിങ്ങൾക്ക് FM ആൻഡ് SM അതും കൂടെ വരും. ആണല്ലോ. ഇതല്ലേ നിങ്ങളുടെ പേപ്പേഴ്സ്? യെസ് ഗൈസ്, ഇതാണ് നിങ്ങളുടെ പേപ്പർ. അപ്പൊ ചോദ്യം ഇതാണ്, ഓരോ സബ്ജക്റ്റിനും ഞാൻ എത്ര അവേഴ്സ് വെച്ച് സ്പെൻഡ് ചെയ്യണം സർ? ഐഡിയലി സ്പീക്കിംഗ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ, അതായത് 50 അബൌവ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടാൻ എത്ര അവേഴ്സ് വേണം ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഓരോ സബ്ജക്റ്റിനും? യെസ്, ഞാനിത് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഞാൻ ഇന്ററിലും പഠിച്ചതും ഫൈനലിലും പഠിച്ചതും വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസിന്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വരെ ഞാൻ ഇത് ഷെയർ ചെയ്യാറുണ്ട്. ഓരോ സബ്ജക്ട്സിനും നമ്മൾ ഇത്രയും അവേഴ്സ് വെച്ച് സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു കോൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര അവേഴ്സ് വേണ്ടി വരും ഓരോ സബ്ജക്റ്റിന്? യെസ്, അഡ്വാൻസ് അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്കൊരു 160 അവേഴ്സ് വേണോന്ന് വിചാരിച്ചോ. കംപ്ലീറ്റ് അഡ്വാൻസ് അക്കൗണ്ട്സ് പഠിച്ച് തറവായിട്ട് പഠിക്കാം. മനസ്സിലായോ? അതിന്റെ അർത്ഥം 160 അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ മിനിമം 50 മിനിമം. നിങ്ങൾ മോശമായിട്ട് എഴുതിയാലും 50 കിട്ടും. അതാണ് ഈ 160 അവേഴ്സിന്റെ ബെനിഫിറ്റ്. അത്രയും പഠിച്ചാൽ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ലോ നമുക്ക് തൽക്കാലം ഒരു 140 അവേഴ്സ് ഇടാം. ഓക്കെ, ഇത് കൂടുതലാണെന്നൊക്കെ ചിലവർക്ക് തോന്നും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ടാക്സ് നമുക്ക് ഒരു 140 അവേഴ്സ് വേണമെങ്കിൽ ടാക്സിന് ഇടാം, വേണമെങ്കിൽ 160 ഇടാം, അതിൽ തെറ്റില്ല. ഓക്കെ, അപ്പൊ ടാക്സിൽ ഒരു 160 അവേഴ്സ് ഇടാം. ഞാൻ ജസ്റ്റ് ഒരു മാക്സിമം അവേഴ്സ് ആയിട്ടൊക്കെ പറയുകയാണ് കേട്ടോ. കോസ്റ്റിംഗിൽ നിങ്ങൾ എത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്യും? ഒരു 150 അവേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതി കോസ്റ്റിംഗിൽ. ഓഡിറ്റിംഗിൽ ഒരു 140 അവർ ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതി. SM ഒരു 140 അവർ ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതി. ആണോ? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 1ന്റെ ടോട്ടൽ അവേഴ്സ് എത്ര ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 160 പ്ലസ് 140 പ്ലസ് 160, 460 അവേഴ്സ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കാൻ, വൃത്തിക്ക് പഠിക്കാൻ, തറവായിട്ട് പഠിക്കാൻ. മനസ്സിലായോ? സെക്കൻഡ് ഗ്രൂപ്പോ 150 പ്ലസ് 140 പ്ലസ് 140 എത്ര വരും? അത് 430 അവേഴ്സ് വരും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ബോത്ത് ഗ്രൂപ്പ്സ് എഴുതുകയാണെങ്കിലോ, ഇത് രണ്ടും കൂടെ ഒന്ന് ആഡപ്പ് ചെയ്താൽ എത്ര അവേഴ്സ് വരും? ഒരു 890 അവേഴ്സ് ഇൻ ടോട്ടൽ വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? യെസ് യെസ്, ഈ ചെയ്തത് ഒരു കണക്ക് എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 890 അവേഴ്സ് കിട്ടുമോ, 460 അവേഴ്സ് കിട്ടുമോ, 430 അവേഴ്സ് കിട്ടുമോ എന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യം. നമ്മൾ എത്ര ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 108 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള കണക്കാണ് നമ്മൾ ചെയ്തത്. ആണല്ലോ. യെസ്, 108 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് എഴുതുന്ന ഒരു സ്റ്റുഡന്റ് 108 ഡേയ്സ് നല്ല വൃത്തിക്ക് പഠിക്കാൻ പോവുകയാണ്. ജസ്റ്റ് 8 അവേഴ്സ് എ ഡേ, 8 മണിക്കൂർ മാത്രം. 8 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റൂടെ?
8 മണിക്കൂർ സ്റ്റുഡന്റ് 8 മണിക്കൂർ എങ്ങനെയായാലും പഠിത്തത്തിൽ കൊടുക്കാൻ പറ്റും ഒരു ദിവസം. 8 മണിക്കൂർ സമാധാനമായിട്ട് പഠിച്ചാൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 108 ദിവസം എത്ര 8 മണിക്കൂർ വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എത്ര അവേഴ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? 864 അവേഴ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇതെങ്ങനെയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്സ് ആണെങ്കിൽ. നിങ്ങൾ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആസ്പിറന്റ് ആണെങ്കിൽ 108 ഡേയ്സ് ഉണ്ട്. ഇത് നിങ്ങൾ 6 അവേഴ്സ് വെച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ ഒരു ദിവസം 6 അവേഴ്സ് മാത്രം. രാവിലെ ഒരു 3 മണിക്കൂറിന്റെ സെഷൻ, ഉച്ച കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂറിന്റെ സെഷൻ, അങ്ങനെ ടോട്ടൽ 6 അവേഴ്സ് മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും? 648 അവേഴ്സ്. 648 അവേഴ്സ്. നോക്കിക്കേ, സിംഗിൾ ഗ്രൂപ്പ് ഇവിടെ വെറും 460 ഉള്ളൂ, ഇവിടെ വെറും 430 ഉള്ളൂ. നിങ്ങൾക്ക് 648 അവേഴ്സ് സ്പെൻഡ് ചെയ്യാം ഒരു സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, ആസ്പിറന്റ് ആണെങ്കിൽ. സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, സുഖമായിട്ട്. ഇത് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് നിങ്ങളുടെ അറ്റംപ്റ്റ്. പഠിച്ച് പാസ്സാകുക, എന്നിട്ട് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 2 വർഷം ആർട്ടിക്കിൾഷിപ്പ്, അത് കഴിഞ്ഞിട്ട് ഫൈനലിലോട്ട് അങ്ങ് കയറ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ബോത്ത് ഗ്രൂപ്പ്സ് ആരെ നോക്കിക്കേ, 890 അവേഴ്സ് വേണം, പക്ഷെ നിങ്ങൾക്ക് 864 അവേഴ്സേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ? 8 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് അവസാനത്തെ ഒരു മാസം ആവുമ്പോഴേ, ഒരു 30 ദിവസം അവസാനം ആവുമ്പോഴേ നിങ്ങൾ ഒരു 2 മണിക്കൂറും കൂടെ ഒരു എക്സ്ട്രാ ഇട്. അപ്പൊ അവസാനത്തെ മാസം ഒരു 10 മണിക്കൂറും കൂടെ പഠിക്ക്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? 864 അവേഴ്സ് പ്ലസ് 30 into 2, അതായത് എത്രയാ? 60. അപ്പൊ 864 പ്ലസ് 60 എത്ര വരും? 924 അവേഴ്സ് പഠിക്കാൻ പറ്റും. അപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം നിങ്ങളുടെ കൈ തന്നെ ഇരിക്കുകയാണ് കംപ്ലീറ്റുമായിട്ട് ഈ വരുന്ന എക്സാം. കംപ്ലീറ്റുമായിട്ട്. ഞാൻ പറയട്ടോ, പണ്ടൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഒരു സബ്ജക്റ്റിന് നമ്മൾ 100 to 120 അവേഴ്സ് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് 8 സബ്ജക്ട്സ് ഇന്ററിൽ ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പൊ എങ്ങനെയായി? 6 സബ്ജക്ട്സ് ആയിട്ട് ചുരുങ്ങി അല്ലേ? അതിനകത്ത് ചില കാര്യങ്ങൾ ചില സ്റ്റുഡൻസ് മിസ് ചെയ്തതായിട്ടുണ്ട്. അതും കൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, എന്താന്ന് വെച്ചാൽ ICI ചെയ്ത ഒരു മൂവ്, അതായത് 8 സബ്ജക്റ്റിൽ നിന്ന് 6 സബ്ജക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇച്ചിരിയും കൂടെ ട്രിം ഡൗൺ ചെയ്തു. ഒരു രീതി പറഞ്ഞ സബ്ജക്റ്റിന്റെ എണ്ണവും ചില സബ്ജക്റ്റുകൾ അത്രയ്ക്കും ഡീപ്പായിട്ട് പഠിക്കണം, ചില സബ്ജക്റ്റുകൾ പഠിക്കേ വേണ്ട എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ട്രിം ഡൗൺ ചെയ്തു. ഇതില് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് കോർ ഏരിയാസ് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഓഡിറ്റിംഗ്, ടാക്സേഷൻ, അക്കൗണ്ട്സ്, ലോ, ഇതുപോലത്തുള്ള കോസ്റ്റിംഗ്, അങ്ങനത്തുള്ള കോർ ഏരിയാസ് നമുക്ക് ഇച്ചിരി കൂടെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ EIS ഓർത്തോ എക്കണോമിക്സ് ഓർത്തോ നമ്മൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ സബ്ജക്ട് വേണ്ടാന്നല്ല. തൽക്കാലം നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ സബ്ജക്റ്റിനെയും കാട്ടിയും ഈ സബ്ജക്റ്റിലാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ട്രിം ചെയ്തത് വളരെ നല്ലൊരു മൂവാണ്. പക്ഷെ ഈ ട്രിം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കാര്യം ICI ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ലോ പേപ്പറിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതുവരെ കണ്ടത്? പണ്ടുണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പത്തെ വെയിറ്റേജ് കാണിക്കുകയാണേ. ഓക്കെ, അപ്പോ ICI ഇറക്കിയ വെയിറ്റേജ് ആണ് ഈ പുതിയ May 2024 സിലബസിന്റെ കോർപ്പറേറ്റ് ആൻഡ് ലോ പേപ്പറിന്റെ വെയിറ്റേജ് ആണ്. ഇതില് ആസ് യൂഷ്വൽ ആദ്യത്തെ 10 ചാപ്റ്റേഴ്സ് കിടക്കുന്നത് പണ്ടുണ്ടായിരുന്ന അതേ 10 ചാപ്റ്റേഴ്സ് തന്നെ ആണല്ലോ. പക്ഷേ ഇതിനകത്തും ചില മാറ്റങ്ങളുണ്ട്. അത് ഞാൻ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ചേഞ്ച്. ഒരു എക്സ്ട്രാ ഒരു ചാപ്റ്ററും കൂടെ വന്നു കമ്പനീസ് ആക്ടില്. അതാണ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ബേസിക്കലി ഫോറിൻ കമ്പനീസിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആകെ കൂടെ ഒരു 15 സെക്ഷൻസേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ചാപ്റ്റർ അല്ല, യഥാർത്ഥത്തിൽ അത്രയ്ക്ക് വലിയ ചാപ്റ്റർ അല്ല. ആകെ 15 സെക്ഷൻസേ ഉള്ളൂ. സെക്ഷൻ 379 തൊട്ട് 393 വരെ ആകെ കൂടെ ഒരു 15 സെക്ഷൻസേ ഉള്ളൂ. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡും അല്ല. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്ന ചേഞ്ച് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്. നമ്മൾ ഇത് എവിടെ കണ്ടിട്ടുണ്ട്? ഫൗണ്ടേഷനിൽ കണ്ട ഏകദേശം ഒരു 85% വീണ്ടും ഇന്ററിൽ വന്നിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് മറ്റേ മീമാണ് ഓർമ്മ വരുന്നത്, സെയിം ബട്ട് ഡിഫറൻറ്റ്. അതാണ്. ഓക്കെ, ഫൗണ്ടേഷനിൽ കണ്ടവരൊക്കെ സെയിം സംഭവം തന്നെ വീണ്ടും ഇന്ററിൽ കാണുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഡിഫറൻസ് ജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്
എന്ന് പറയുന്ന ഒരു ആക്ട് ഫൈനലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. യെസ്, ഇതാണ് പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്ന ഡിഫറൻസ്. ആണല്ലോ? ഇതെല്ലാം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആണല്ലോ? ഇതൊക്കെയല്ലേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്? സംശയമില്ലല്ലോ? യെസ്, ഇതുവരെ നിങ്ങൾ നോട്ടീസ് ചെയ്തു. ഇതൊക്കെയാണ് വന്ന മാറ്റങ്ങൾ അല്ലേ? യെസ്, ശരി. എന്നാൽ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. ഇവിടെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് പറഞ്ഞ ചാപ്റ്റർ കിടക്കുന്നുണ്ടല്ലേ? ഈ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് പറഞ്ഞ ചാപ്റ്റർ പഴയ സിലബസ് വെച്ച് നോക്കുമ്പോൾ, അത് തൊട്ട് മുമ്പത്തെ അറ്റംപ്റ്റ് വരെ നോക്കുമ്പോൾ ഓഡിറ്റിംഗിലും ഉണ്ടായിരുന്നു, നമ്മളെ ലോ പേപ്പറിലും ഉണ്ടായിരുന്നു. ആണല്ലോ? അതിൽ ഓഡിറ്റിംഗിലായിരുന്നു കൂടുതലും ഈ ചാപ്റ്ററിന്റെ എംഫസിസ് വരുന്നത്. എന്ന് പറഞ്ഞ് ലോയിൽ ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരത്തില്ല എന്നല്ല, വരും. കൂടുതലും ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷനും അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളായിരുന്നു ലോയിൽ വന്നുകൊണ്ടിരുന്നത്. ആണോ? നിങ്ങൾക്കറിയാലോ, ഓഡിറ്റിംഗിൽ നിന്ന് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഒഴിവാക്കി ഇത് എങ്ങോട്ട് വന്നിരിക്കുകയാണ്? ലോയിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു രീതി പറഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷമായിട്ടാണ് തോന്നിയത്. കാര്യം ഞാനൊരു ലോയും ഓഡിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കും ഫീൽ ചെയ്യത്തില്ല. കാര്യം വൺസ് ദ ചാപ്റ്റർ ഇസ് ഡൺ വിത്ത്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നോ ദിസ് ചാപ്റ്റർ പ്രോപ്പർലി. അണ്ടർസ്റ്റുഡ്? യെസ്, so that is one change. That is completely from auditing, it has been removed and it has been brought on to your law paper. അതിന്റെ അർത്ഥം ഇനി ക്വാളിഫിക്കേഷനും അപ്പോയിന്റ്മെന്റിൽ മാത്രം ഒതുങ്ങില്ല ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ 139 തൊട്ട് 148 വരെയുള്ള എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങും. മനസ്സിലായോ? യെസ്, യെസ്. സ്റ്റുഡൻസിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണിത്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണിത്, അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം, ഈ ഒരു ചാപ്റ്റർ ലോയിൽ വന്നതിൽ സന്തോഷിക്കാം. യെസ്, സന്തോഷിക്കാം, എനിക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത ചില ചേഞ്ചസ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ വെയിറ്റേജ് നോക്കുമ്പോൾ, യെസ്, പണ്ടുണ്ടായിരുന്ന അതേ വെയിറ്റേജ് തന്നെ ഈ ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സിനായിരുന്നു കൂടുതൽ വെയിറ്റേജ്. ഇവിടെയും 30 to 35 ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. അതായത് കമ്പനീസ് ആക്ടും LLPയും കൂടെ ചേർത്തിട്ട് 70 മാർക്കാണ്. ആ 70 മാർക്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്നത് ഡിവിഡന്റ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, പിന്നെ ഈ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്റർ, പിന്നെ ആ ഒരു പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. യെസ്, അത് പണ്ടും അങ്ങനെയായിരുന്നു. ഈ 3 ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ എപ്പോഴും ക്ലാസ് പറയുമായിരുന്നു. യെസ്, അടുത്തത് രണ്ടിന്റെയും വെയിറ്റേജ് സെയിം ആണ്. അതിൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി കൂടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുമായിരുന്നു. അതിൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുമായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ വെയിറ്റേജ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് പണ്ടത്തെ പോലെ തന്നെ സെയിം. കമ്പനീസ് ആക്ടിന്റെ വെയിറ്റേജ് നോക്കുമ്പോൾ നിങ്ങൾ പഴയ സിലബസിൽ പഠിച്ചതിന്റെ അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ആണല്ലോ? എന്ന ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്താണ് ആ വന്ന ചേഞ്ചസ്? സി, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പഴയ സിലബസും പുതിയ സിലബസിന്റെയും ഇൻഡെക്സ് വെച്ച് ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ ഇൻഡെക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് നോക്കാം. ഇത് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് പഴയ സിലബസിന്റെ ഇൻഡെക്സ് ആണേ. പഴയ സിലബസിനകത്ത് കമ്പനീസ് ആക്ട് എത്ര മാർക്കിനുണ്ടായിരുന്നു? 60 മാർക്കായിരുന്നു. 60 മാർക്കായിരുന്നു. യെസ്, 60 മാർക്ക്. യെസ്, ആദ്യത്തെ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാലോ. യെസ്, ആണല്ലോ? അങ്ങനെയാണെങ്കിലേ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ഇൻഡെക്സിലോട്ട് പോവുകയാണ്. അതായത് ഓരോ ചാപ്റ്റേഴ്സിനും എത്ര പേജസ് വീതം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇത് പുതിയ സിലബസിന്റെ ഇൻഡെക്സ് ആണ്. ഓക്കെ, പുതിയ സിലബസിന്റെ ലോ പേപ്പറിന്റെ ഇൻഡെക്സ് ആണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഇൻകോർപ്പറേഷൻ ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏത് സെക്ഷൻ തൊട്ട് ഏത് സെക്ഷൻ വരെയാ? സെക്ഷൻ 3 തൊട്ട് സെക്ഷൻ 22 വരെയാ. ആണല്ലോ? എത്ര പേജസ് ആണ് പുതിയ ഇൻഡെക്സിലുള്ളത് നോക്കുക. ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2-ല് എത്ര പേജസ് ഉണ്ട്? സമ്മറി വരെ 67 പേജസ് ഉണ്ട്. കാണാൻ പറ്റുമോ? അപ്പൊ പുതിയ സിലബസിൽ എത്ര പേജസ് ആ ഉള്ളത്? 67 പേജസ് വരെയാണ് ഉള്ളത്, സമ്മറി വരെ. ആണോ? അതേ സമയത്ത് പഴയ സിലബസിൽ എത്ര പേജ് ആയിരുന്നു നമുക്ക് നോക്കാം.
പഴയ സിലബസില് ആകെ കൂടെ ഉണ്ടായിരുന്ന സമ്മറി വരെ 45 പേജേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 20 പേജ് അഡീഷൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ? അടുത്തത് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി. ഇത് പുതിയ സിലബസിൽ എത്ര പേജസ് വരെ ഉണ്ടെന്ന് നോക്കാം. പുതിയ സിലബസിൽ സമ്മറി വരെ 53 പേജസ് ഉണ്ട്. കാണാവോ? യെസ്, പുതിയ സിലബസിൽ 53 പേജസ് ഉണ്ട്. പഴയ സിലബസിലോ? പഴയ സിലബസിൽ 42 പേജസേ ഉള്ളൂ. അപ്പൊ അവിടെയും അഡീഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് പുതിയ സിലബസിൽ എത്ര പേജ് ഉണ്ട്? 86 പേജ്. പഴയ സിലബസിലോ? പഴയ സിലബസിൽ 61 പേജസ് ആണ് കാണുന്നത്. കാണാവോ? യെസ് യെസ്, ഇതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്യൂ. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എത്ര പേജസ് ഉണ്ടെന്ന് നോക്കിക്കേ. ഇതിനകത്ത് വലിയ വ്യത്യാസമില്ല, എന്നാലും 33 പേജസ് ആണ് പുതിയത്. പഴയതിലോ? പഴയതിൽ 27 പേജസേ ഉള്ളൂ. കാണാവോ? രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് പഴയതിനകത്ത് 17 പേജസേ ഉള്ളൂ, ഏറ്റവും ചെറിയ ചാപ്റ്റേഴ്സിൽ ഒന്ന്. ഓക്കെ, പുതിയതിൽ എത്രയുണ്ട് രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്? 23 ഉണ്ട്. 17 ആയിരുന്നു, 23 ഉണ്ട്. മനസ്സിലായോ? കൂടി. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പഴയതിനകത്ത് 70 പേജസ് ആണുള്ളത്. ഓക്കെ, പുതിയതിനകത്ത് അത് എത്രയുണ്ടെന്ന് നോക്കാം. പുതിയതിനകത്ത് അത് 93 പേജസ് ആയി. 93. എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 70. അത് എത്രയിലോട്ട് കയറി? 93ലോട്ട് കയറി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നോ? ഇതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഡിവിഡൻഡ് ചാപ്റ്റർ 28 പേജസ് ആണ്. ഓക്കെ, പഴയതിനകത്തോ 26. ഡിവിഡൻഡ് വലിയ വ്യത്യാസമില്ല. ഓക്കെ, ഡിവിഡൻഡ് അഗൈൻ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അടുത്തത് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് പഴയതിനകത്തോ 61. പുതിയതിനകത്ത് എത്രയുണ്ടെന്ന് നോക്കാം. അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് 79. കണ്ട, വീണ്ടും കൂടി. യെസ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് അത് ഓബിയസ്ലി കൂടും. കാര്യം പഴയതിനകത്ത് ജസ്റ്റ് ഡെയർ ആക്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. യെസ്, പുതിയതിനകത്ത് 62 പേജസ് ഉണ്ട്. പഴയതിനകത്ത് വെറും 50 പേജസേ ഉള്ളൂ. ഒരു 12 പേജസ് വീണ്ടും കൂടി. യെസ്, ഞാൻ പറഞ്ഞ കിട്ടിയോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇത് ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലാവണം? ഡെപ്ത് കൂടി ഗൈസ്, ഡെപ്ത് കൂടി. അതിന്റെ അർത്ഥം നിങ്ങൾ ഇനി അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, അഡ്വാൻസ് അക്കൗണ്ട്സിന്റെ ലോ ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, ഏത് വിഷയം എടുത്താലും 6 വിഷയങ്ങളായിട്ട് 8ൽ നിന്ന് 6 വിഷയമായിട്ട് ചുരുങ്ങിയത് കൊണ്ട് അവര് ഈ 6 വിഷയത്തിന്റെ ഡെപ്ത് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി വേണം നിങ്ങൾ പഠിക്കുന്നതിൽ. ചിലപ്പം ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം മുന്നിലോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കമ്പയർ ചെയ്തപ്പോൾ പേജസിന്റെ എണ്ണം കൂടി, ഡെപ്ത് ചെറുതായിട്ട് കൂടി, എക്സാമ്പിൾസും കൂടി, ഇല്ലസ്ട്രേഷൻസും കൂടി, അങ്ങനെയും പേജസ് കൂടിയിട്ടുണ്ട്. യെസ്, മറ്റേ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒക്കെ അവർ പ്രിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ചിലതിന്റെയൊക്കെ, ചില കമ്പനീസിന്റെ ഒക്കെ. ഇൻഫോസിന്റെ മെമ്മോറാണ്ടത്തിന്റെ ഒരു ചെറിയൊരു പേജ് ഒക്കെ ഉണ്ട്. അപ്പം ഇല്ലസ്ട്രേഷൻസും എക്സാമ്പിൾസും കാരണവും കൂടി കാണും, പക്ഷെ ഡെപ്ത് ചെറുതായിട്ട് കൂടിയോ എന്നാണ് ഒരു സംശയം. എന്റെ അഭിപ്രായത്തിൽ കൂടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം, കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കണം, എല്ലാ കാര്യവും മനസ്സിലാക്കി പഠിക്കണം. അതാണ് ICAയുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തോടെ നിങ്ങൾ മുന്നിലോട്ട് പോയാൽ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പോകുന്നത്. ഇന്റർ പാസ്സാവും, ഫൈനൽ പാസ്സാവും, നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുകയും ചെയ്യും. ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം ചിലപ്പോൾ ICA 8 സബ്ജക്റ്റിൽ നിന്ന് 6 സബ്ജക്റ്റ് ആക്കിയത്. ഈവൻ ഫൈനൽ 8 സബ്ജക്റ്റിൽ നിന്ന് 6 സബ്ജക്റ്റ് ആക്കിയത്. കാര്യം ഈ 6 സബ്ജക്റ്റും നിങ്ങൾ തറവായിട്ട് പഠിക്കുക. തറവായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? പറഞ്ഞത് പിടികിട്ടിയോ? യെസ് യെസ്. ഡെപ്ത് കൂടിയത് കൊണ്ടാണ് ഞാൻ ഓരോ സബ്ജക്റ്റിനും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് 100 to 120 അവേഴ്സ് ഗൈസ്. ഒരു സബ്ജക്റ്റിന് 100 to 120 അവേഴ്സ് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പാസ് ആവും, നിങ്ങൾക്ക് 50 മാർക്സ് കിട്ടും എന്ന് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. യെസ്, ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് എല്ലാ സബ്ജക്റ്റിനും ഞാൻ കൂട്ടിയത്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഞാൻ കൂട്ടി. യെസ്,
കൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 108 days വളരെ സഫീഷ്യന്റ് ആണ് സമാധാനത്തോടെയും വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസമുണ്ട് 108 days. പ്ലസ് ഈ 108 days ദൈവം സഹായിക്കുകയാണെങ്കിൽ ഏത് ഞാൻ കൂട്ടിയിട്ടില്ല, മേല് എക്സ്ട്രാ വരാനുള്ള ആ ഡേയ്സ് എലക്ഷൻ കാരണം ആ സാധ്യത ഞാൻ ഇതിനായിട്ട് കൂട്ടിയിട്ടില്ല. പക്ഷെ ആ സാധ്യത നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ തന്നെ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുക. അത് നമ്മൾ എന്തിനു വേണ്ടി അഥവാ കിട്ടുകയാണെങ്കിൽ വിനിയോഗിക്കാം, റിവിഷൻ പർപ്പസിനും മോക്ക് എക്സാംസ് എഴുതി പ്രിപ്പയർ ആകാനുള്ള പർപ്പസിനും വേണ്ടി മാത്രം. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചാൽ മതി. അത് വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല, വരട്ടെ, നമുക്ക് അപ്പം നോക്കാം. പക്ഷെ നമ്മളുടെ പ്ലാൻ എന്താ? May 1st week ആണ് എക്സാം എന്നുള്ള പ്ലാൻ. 108 days. 108 days സിംഗിൾ ഗ്രൂപ്പ് ആസ്പിറൻസ് ആണെങ്കിൽ 6 hours വെച്ച് സ്പെൻഡ് ചെയ്താൽ മതി. രാവിലെ 3, ഉച്ച കഴിഞ്ഞിട്ട് 3, ബാക്കി സമാധാനമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ക്ലാരിറ്റിയോടെ സംഭവം പിടികിട്ടിയോ? യെസ്, യെസ്, വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ റിസൾട്ട്സ് വന്ന് ചെറുതായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ആ ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക. നിങ്ങൾ അതിനകത്തുള്ള പോസിറ്റീവ്സ് കാണുക. നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾ ആ എക്സാമിന്റെ ആ ഒരു ഡ്യൂറേഷനിൽ, അതായത് 8 എക്സാം എഴുതിയവരുണ്ടാവാം, ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് എഴുതിയിട്ടുണ്ടാവാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഡിഫിക്കൽട്ടീസ്, പ്രഷർ, ഉറക്കം കുറവ്, നിങ്ങൾ എങ്ങനെയാണ് ആ കഴിഞ്ഞ തവണ നവംബർ സമയം തൊട്ട് ആ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്, നിങ്ങൾ എക്സാമിന്റെ തലേദിവസം എങ്ങനെ റിവിഷൻ ചെയ്തപ്പോൾ ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു? ലാസ്റ്റ് ടൈം എക്സാം ചെയ്തപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് അല്ലേ? യെസ്. എങ്ങനെ ടൈം മാനേജ് ചെയ്യണം? കാര്യം ചില പേപ്പേഴ്സിന് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ഇതുപോലത്തെ ടാക്സേഷൻ, ഇതുപോലത്തെ പേപ്പേഴ്സിൽ ചിലപ്പോൾ ടൈം ഒരു വലിയൊരു ഫാക്ടർ ആകാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലേണിംഗ് കർവും കൂടെ ഇച്ചിരി കൂടെ ബെറ്റർ ആയി. ഒരു ഫ്രഷ് ആയിട്ട് എക്സാം എഴുതുന്ന ആൾക്ക് ചിലപ്പം ആ ഒരു ലേണിംഗ് കർവിലോട്ട് എത്താൻ പറ്റത്തില്ല. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആണ്. ആ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഈ പോസിറ്റീവ്സ് വെച്ചുകൊണ്ട് വേണം ഈ May 2024 കോൺകർ ചെയ്യാൻ. ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും ക്ലാരിറ്റി വന്നല്ലോ? യെസ്. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവണ്ട. ഡിസപ്പോയിന്റ്മെന്റിന്റെ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി നോക്കിയേ വേണ്ട, തിരിഞ്ഞു നോക്കണ്ട, മുന്നിലോട്ട് നോക്ക്. May 2024. അതല്ലാതെ വേറെ ചിന്തയൊന്നും വേണ്ട. നടന്ന് പുതിയ സിലബസ്, പുതിയതായിട്ട് നമ്മൾ ഇറങ്ങി പാസ്സാകുക, പുതിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം. മനസ്സിലായോ? വേറെ ഒന്നും ചിന്തിക്കേണ്ട. അണ്ടർസ്റ്റുഡ്? യെസ്. നിങ്ങളെ പേരൻസ് ഒക്കെ ചെറുതായിട്ട് അവർക്കും ഒരു വിഷമം ഉണ്ടാവും. കാര്യം നിങ്ങളിലൂടെ പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്. യെസ്. പക്ഷെ അതൊക്കെ നോർമൽ ആണ്. ഈവൻ ഇൻ മൈ ഹൗസ് ഓൾസോ ഐ എക്സ്പീരിയൻസ്ഡ് എ ലോട്ട് ഓഫ് ദീസ് തിങ്സ്. സോ it's very normal for students when they are pursuing chartered accounting. It is one of the hardest exams in our country. It is one of the hardest exams. So give yourself that credit that you are attempting one of the hardest exams in India and you're going to come out successful. This May 2024 attempt is yours. Understood? എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാധാരണ രീതിയിൽ ഒരു പുതിയൊരു സിലബസ് IC ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ IC എല്ലാ 5 വർഷവും സിലബസ് റിവൈസ് ചെയ്യണം എന്നാണ് ICയുടെ റെഗുലേഷൻസിൽ തന്നെ പറയുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ. യെസ്. വേൾഡ് ഇസ് ചേഞ്ചിങ് എവറി ഡേ, എവറി മിനിറ്റ്. വേൾഡ് ഇസ് ചേഞ്ചിങ്. Now AI is going to come very soon. AI is going to come. So how will you incorporate AI into chartered accountancy world, into the finance world? അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ICA. അണ്ടർസ്റ്റുഡ്? സോ എല്ലാ 5 വർഷം തോറും സിലബസ് മാറും. സിലബസ് മാറി വന്നിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് യൂഷ്വലി എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ കണ്ടത് വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് ഞാൻ പറയാണ്, is an easy attempt. It is an attempt where they're just starting off with the new syllabus. So they're also not familiar with the entire syllabus. So usually questions will be asked from the familiar area. It will be an easy attempt. Trust me, it will be an easy attempt. That means, again, it is a positive for you guys. 6 subjects. First time the exam is going to come. That means it will be an easier attempt compared to the coming attempt. That is November 2024. That's going to May 2025. Our attempts which nokumbo, May 2024 will be a easier attempt. So from my past experience, I'm telling you, 2017 syllabus Mariapo, that is what I noticed. People who registered for new syllabus, they easily passed.
their chartered accountancy final, their intermediate, they easily pass compared to the students who are continuing with the old syllabus. So this is another benefit. New syllabus, first attempt, usually it will be on the easier side. Understood? 6 subjects, first attempt, new syllabus, 108 days. I'm telling you again, May 2024, if your attempt pass I po. പറയുന്നത് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? യെസ് യെസ്, എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. യെസ് യെസ് ഗൈസ്, യെസ് യെസ്. സോ 7 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഹാഫ് ആൻ അവർ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടല്ലോ, മേ വരെ ഉള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യണം എന്നുള്ളൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. ചില പേർക്ക് തിയറി ആയിരിക്കും കൂടുതൽ ഈസി, ചില പേർക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആയിരിക്കും കൂടുതൽ ഈസി, ചില പേർക്ക് രണ്ടും ഓക്കെ ആണ്. അപ്പൊ അത് എങ്ങനെയൊക്കെ ടൈം അലോട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എങ്ങനെയൊക്കെ സ്വന്തമായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാം. മനസ്സിലായോ? യെസ് യെസ് ഗൈസ്, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. അത് എന്റെ പ്രീവിയസ് സ്റ്റുഡൻസിന് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ എങ്ങനെ എക്സാം പാസ്സാവണം എന്ന് ഞാൻ എപ്പോഴും കഴിയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കും. The different ways in which you have to plan, എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. It's just how I am. So I'm willing to help again. Please just text me. We'll sit together. We'll figure out a plan and you will pass May 2024. കേട്ടോ? ഏറ്റവും കൂടുതൽ ആദ്യം വേണ്ടത്, you have to have that drive. ആ ഒരു പ്ലാനും ഒരു ഡ്രൈവും വേണം അത് നേടിയെടുക്കാൻ. യെസ്, നേടിയെടുക്കാനുള്ള ചിന്തയും ഡ്രൈവും മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള പ്ലാനും വേണം. ഈ 2 കാര്യങ്ങൾ വേണം. മൂന്നാമത്തത് സമാധാനം വേണം. വെപ്രാളപ്പെടരുത്, നിങ്ങൾ ഡിപ്രസ്ഡ് ആവരുത്. ഇതൊക്കെ നോർമലാണ്. വെപ്രാളപ്പെടുന്നത്, ഡിപ്രസ്ഡ് ആവുന്നതൊക്കെ നോർമലാണ്. എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ്, എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ടഫ് കോഴ്സ്, ഇതുപോലത്തെ ഒരു എൻഡ്യൂറിംഗ് കോഴ്സ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോഴ്സ് ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിന് നേരിടാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അത് വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സഹായം വേണം, പ്ലീസ് ലെറ്റ് മീ നോ. വെദർ ഇറ്റ് ഇസ് ടു മേക്ക് എ ടൈലേർഡ് പ്ലാൻ ഫോർ യു ഫോർ ദ നെക്സ്റ്റ് 108, I'll sit with you. Whether it is you're feeling, ഇച്ചിരി വെപ്രാളൊക്കെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, മൊത്തത്തിൽ ടെൻസ്ഡ് ആണ്, യെസ് അജിറ്റേറ്റഡ് ആണ്, I'll talk to you. We'll sit down, we'll talk it out. Understood? There is a solution for everything. Okay? Yes. അപ്പൊ നിങ്ങൾ സമാധാനത്തോടിരിക്കും കേട്ടോ, എല്ലാം ശരിയാവും. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിന്റെ ഷെഡ്യൂൾ ഇനി കാണിച്ചു കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്റെ ക്ലാസ്സിലോട്ട് പോട്ടോ, ക്ലാസ്സിന്റെ ഷെഡ്യൂളൊക്കെ. യെസ് ഗൈസ്, സോ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഞാനിത് നേരത്തെ അയച്ചു തന്നിരുന്നു. യെസ്, ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇട്ടിരുന്നു. ഇതിനകത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചത്? ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കാര്യമാണ്, വീക്ക് ഡേയ്സ് യൂഷ്വലി 3 hours in the evening class ആണ്. കാര്യം there are a lot of students who are doing their articleship, so I don't want it to disrupt their articleship. Also there are a lot of students who are pursuing classes, so I don't want it to disrupt their classes also. നിങ്ങളുടെ ഒന്നും ഡിസ്റപ്റ്റ് ആവാതെ ലോ പയ്യെ ഒരു മാസത്തിനുള്ളിൽ 13th നമ്മുടെ ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോ തീരും എന്നുള്ള ഷെഡ്യൂളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 13th next month, that is 30 days. 30 days കൊണ്ട് സംഭവം തീർക്കാം. 30 days കൊണ്ട് വേറെ ഒന്നും ബുദ്ധിമുട്ടാതെ, വേറെ ഒന്നിനെയും ഡിസ്റപ്റ്റ് ചെയ്യാതെ ലോ തറവാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ലോ എന്ന് പറയുന്ന പേപ്പറിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേരെ. ലോ ഈ നിങ്ങളുടെ വിഷമങ്ങളല്ല എനിക്ക് തന്നേരെ, നിങ്ങളുടെ ടെൻഷനല്ല എനിക്ക് തന്നേരെ, ഇതെല്ലാം എന്റെ ടെൻഷനാണ്. യെസ്, സെമയൊക്കെ എന്റെ ടെൻഷനാ, ജനറൽ ക്ലോസ് ഓഫ് ഫാക്ട് ഒക്കെ എന്റെ ടെൻഷനാ, എല്ലാം എന്റെ ടെൻഷനാ. മനസ്സിലായോ? യെസ്, അപ്പൊ ഞാൻ അത് നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഈ 30 ദിവസം നിങ്ങൾ ടെൻഷൻ, ലോന്റെ ടെൻഷൻ എനിക്ക് തന്നെ തന്നേരെ 30 ദിവസത്തേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും കേട്ടോ. ചുമ്മാ. അപ്പം ഇതിനകത്ത് അങ്ങനെയാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വീക്ക് ഡേയ്സ് 3 hours ആണ്.
പക്ഷെ വീക്കെൻഡ് ആകുമ്പോൾ 6 hours ക്ലാസ് ആണ്. വീക്ക് ഡേയ്സ് വരുന്നതിനകത്ത് 3 hours പറയുന്നത് 7 to 10. അത് കഴിഞ്ഞതിന് ശേഷം വീക്കെൻഡ് വരുമ്പോൾ സാറ്റർഡേ സൺഡേ 10 to 5. 10 to 5 ഇടയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക്. ഓക്കെ, അങ്ങനെയാണ് 6 hours വരുന്നത്. അണ്ടർസ്റ്റുഡ്? ഇതില് ഇവിടെ ഒരു മൺഡേ 6 hours ഞാൻ വെച്ചിട്ടുണ്ട്, കാണാമോ? യെസ്, ഇവിടെ ഒരു ട്യൂസ്ഡേയും 6 hours ഞാൻ വെച്ചിട്ടുണ്ട്, കാണാമോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നാളെ എനിക്കൊരു ചെറിയൊരു അവധി എടുത്തേ പറ്റൂ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ്. ഓക്കെ, അതേ ഫ്രണ്ടിന്റെ കല്യാണം തന്നെയാണ് ഈ 18th. അപ്പൊ ഇതിൽ ഞാൻ ബെസ്റ്റ് മാൻ ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എന്റെ അടുത്ത സുഹൃത്താണ്, എന്റെ കൂടെ ഒരുമിച്ച് CA ഫൈനലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പം അവന്റെ കല്യാണമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ 3 ദിവസം അവധി എടുത്തത്. വേറെ ഒന്നും ഞാൻ അവധി എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു രീതിയിലും ഡിസ്റപ്ഷൻ ഉണ്ടാവാതിരിക്കാൻ, ലാഗ് വരാതിരിക്കാൻ ഒരു തേഴ്സ്ഡേയും കൂടെ ഞാൻ ഒരു ലീവ് എടുത്തു. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ലീവ് എടുക്കാം. ഓക്കെ, വേറെ ഒരു ദിവസവും ഞാൻ ലീവ് എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഷെഡ്യൂൾ തീരുന്നവരെ ഒരു ലീവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാൻ. എന്റെ ഒരു ലാസ്റ്റ് ഒരു എക്സാം ഉണ്ട്. അപ്പം എല്ലാ തേഴ്സ്ഡേയും എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. കണ്ടോ, തേഴ്സ്ഡേ 13th ദിവസം എക്സാം ഉണ്ട്. അതേപോലെ വീണ്ടും 20th ദിവസം എക്സാം ഉണ്ട്. അതേപോലെ 27th ദിവസം എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം 36th ഡേയിൽ. ഓക്കെ, അപ്പൊ എത്ര എക്സാം ഈ ഒരു മാസം തന്നെ ഞാൻ കണ്ടക്ട് ചെയ്യും ലോയിന്റെ? 1, 2, 3, 4 എക്സാം. 4ാമത്തെ എക്സാം മെയിൻ എക്സാം ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ 3 എക്സാമും കൂടെ ഉണ്ടാവും, പ്ലസ് മെയിൻ എക്സാം. അണ്ടർസ്റ്റുഡ്? അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും നിങ്ങൾ. യെസ്, എങ്ങനെ ഒരു ലോയിന്റെ ആൻസർ പ്രസന്റ് ചെയ്യണം. എന്റെ പ്രീവിയസ് സ്റ്റുഡൻസിനൊക്കെ അറിയാം, ഫൗണ്ടേഷൻ ആയിട്ടുള്ള സ്റ്റുഡൻസും ഇന്റർണൽ ആയിട്ടുള്ള സ്റ്റുഡൻസും നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം. ഞാൻ നിങ്ങളുടെ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ എഴുതുന്ന രീതിയും എല്ലാം ഐസ്റ്റേക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് നമ്മൾ കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ എഴുത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ പേടിക്കേണ്ട. ലോ എന്നുള്ള ഒരു സബ്ജക്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലോ വേണ്ടി വരും ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ യു വിൽ ഫീൽ ഓൾ റൈറ്റ് വിത്ത് ദിസ് സബ്ജക്ട്. Understood? Understood, guys? So this is how the schedule is going to be. Okay? And order of chapters ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ഓർഡർ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അതിന്റെ അർത്ഥം ചില സമയത്ത് ഞാൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴേ ചാടി ഞാൻ ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ ഒരു സെക്ഷൻ പഠിപ്പിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ ചില സെക്ഷൻസ് എല്ലാം ലിങ്ക്ഡ് ആണ്. അപ്പൊ ആ ലിങ്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും ഓർത്ത് വെക്കാനും ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടാനും എളുപ്പമാവും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, വേറെ ചില സെക്ഷൻസും വേറെ ചാപ്റ്റേഴ്സിലുള്ള സെക്ഷൻസുമായിട്ട് ബന്ധിപ്പിക്കും, മുട്ടിപ്പിക്കും. യെസ്, അപ്പൊ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തില്ല കേട്ടോ. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് പഠിപ്പിക്കുക, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് മാത്രം, അങ്ങനെയില്ല. കാര്യം ലോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ലോയിനകത്തുള്ള എല്ലാ സെക്ഷൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ബന്ധം ഇല്ലെങ്കിൽ ബിരുദമായി പോകും. പിന്നെ ഇത് പാലിച്ചാൽ ഇത് പ്രശ്നം, അത് പാലിച്ചാൽ ഇത് പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇത് ഹോളിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇത് ഒരുമിച്ച് വേണം നമ്മൾ പഠിക്കാൻ. അണ്ടർസ്റ്റുഡ്? യെസ്, അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ചില സെക്ഷൻസ് വേറെ ചാപ്റ്റേഴ്സിനെയും കൂടെ എടുത്തുന്നിരിക്കും. അത് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താന്ന് നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. അണ്ടർസ്റ്റുഡ്? യെസ്, അപ്പൊ അതും ക്ലിയർ ആയെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഓക്കെ. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അതർ ലോസിന്റെ പോർഷനകത്ത് വെയിറ്റേജ് പറയുമ്പോൾ ചില കാര്യങ്ങൾ, ഇത് വെയിറ്റേജിന്റെ പേജ് ആണ്, നമ്മൾ ഐസേ തന്നെ നൽകിയ വെയിറ്റേജിന്റെ പേജാണ്. ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ, നിങ്ങൾ ഗ്രൂപ്പിൽ ഞാനിത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. എല്ലാ സബ്ജക്ട്സിന്റെയും ഉണ്ട്, ലോയിന്റെ ഉണ്ട്, ഞാൻ രണ്ടും ഷെയർ ചെയ്ത് തരാം കേട്ടോ, നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ, അതർ ലോസ് 30 മാർക്സ്. ഇതില് 3 ഒബ്ജക്റ്റീവാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ജനറൽ ക്ലോസസ് ആക്ട്. രണ്ടാമത്തിനകത്തോ ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റൂൾസ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. മൂന്നാമത്തത് നോക്കിക്കേ, ടു ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫെമ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫൈനലിൽ നിന്ന് എടുത്ത് ഇന്റർലോട്ട് കൊണ്ടുവന്നപ്പോ ഫൈനലിലുള്ള മൊത്തം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആ ബേസിക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റിൽ ഫെമയുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി എന്നാ പറയുന്നത്. ഫൈനലി പോകുമ്പോൾ സെൽഫ് പേസ്ഡ് മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണം ലോയിനും കോസ്റ്റിങ്ങിനും. അതിനകത്ത് വീണ്ടും നിങ്ങൾ ഫെമയും കാര്യങ്ങളൊക്കെ വീണ്ടും പഠിച്ചെന്നിരിക്കും. മനസ്സിലായോ? ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് മതി? ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. അപ്പൊ ഡെപ്തിൽ പോകുന്നത് ജനറൽ ക്ലോസസ് ആക്ടും ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും ആണ്. ഇതിൽ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് ജനറൽ ക്ലോസസിന് കേട്ടോ. 35 to 40 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ജനറൽ ക്ലോസസ് ആക്ടിലാണ്. കാണാവോ? യെസ്, അപ്പൊ നിങ്ങൾ ഫെമ ഓർത്ത്
ഈ ക്ഷമ സത്യം പറഞ്ഞാൽ നിങ്ങൾ പലവരും കേട്ട് കാണും, അയ്യോ പാടാണ് പാടൊക്കെ തന്നെയാണ്. പക്ഷെ അവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇറ്റ് ഇസ് നോട്ട് കോംപ്ലിക്കേറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഓക്കെ, സോ യു നീഡ് ടു ഹാവ് യുവർ ബേസിക്സ് സ്ട്രൈറ്റൻ ഔട്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ഗൈസ്? LLP അവിടെ ഇരിക്കട്ടെ, അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. LLP ഉള്ളത് നല്ലത് തന്നെയാ. മാർക്ക് കിട്ടൂടെ? LLP എളുപ്പമാടേ, മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒരു സ്ട്രാറ്റജി ഒക്കെ ഞാൻ ഒരു ക്ലാസിന്റെ ഹാഫ് കഴിയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്താൽ ചിലപ്പം നല്ല മാർക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്തത് ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ ബാക്കി ഏരിയ വിടരുതെന്നല്ല, കൂടുതൽ ശ്രദ്ധ കൊടുക്കാന്ന. മനസ്സിലായോ? യെസ്, ഇത് കോവിഡ് സമയത്തുള്ള ഫോക്കസ് ഏരിയ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സിലബസും കാര്യങ്ങളും വ്യക്തമായി എന്നാണ് എന്റെ വിശ്വാസം. യെസ്, വ്യക്തമായെങ്കിൽ ഞാൻ ക്ലാസ്സിലോട്ട് മുന്നിലോട്ട് പോട്ടോ? യെസ്, ക്ലാസ്സിലോട്ട് മുന്നിലോട്ട് പോട്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഒരു കാര്യം ചെയ്യാവോ? നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഫ്രഷ് പേജിൽ നിങ്ങൾ എന്ത് എഴുതുക? പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറഞ്ഞ് എഴുതുക. എഴുതിയോ? എഴുതിയതിനു ശേഷം ഇതൊന്ന് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ആദ്യത്തിന് താഴെ കോർപ്പറേറ്റ് ലോസ്, രണ്ടാമത്തിന് താഴെ അതർ ലോസ്. കോർപ്പറേറ്റ് ലോസ് എത്ര മാർക്കാ? 70 മാർക്സ് ആണ്. അതർ ലോസ് എത്ര മാർക്കാ? 30 മാർക്സ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾ അത് ചെയ്തതാണ്. അണ്ടർസ്റ്റുഡ്? ഞാൻ ഇനി ഏതിലോട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്? കോർപ്പറേറ്റ് ലോസ് ആണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് ലോസിലോട്ട് ഞാൻ പോട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് ഇത്രയും നിങ്ങൾ വരച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഹെഡിങ് എഴുതിക്കോ, കോർപ്പറേറ്റ് ലോസ്. മാർക്സ്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യെസ് നിങ്ങളുടെ ഫേവറേറ്റ് ആക്ട്, കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഇനി ഞാൻ കമ്പനീസ് ആക്ട് പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലരും ഓൾറെഡി കമ്പനീസ് ആക്ട് ഫൗണ്ടേഷനിലും ഇന്ററിലും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഒരു 90% ആൾക്കാർ. പക്ഷെ നിങ്ങൾ തൽക്കാലം എങ്ങനെ വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ? നിങ്ങൾ ആദ്യമായിട്ടാണ് കമ്പനീസ് ആക്ട് കേൾക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും കൂടെ നിങ്ങളുടെ ബേസ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ബേസ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മേലോട്ട് കെട്ടാം. നിങ്ങളുടെ ബേസ് ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ പൊളിഞ്ഞു വീഴും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാൻ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടോ. ഒരു കമ്പനിയുടെ ഓണേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കമ്പനിയുടെ ഓണേഴ്സിനെ പറയൂ. കമ്പനിയുടെ ഓണേഴ്സിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ചാറ്റിലടിച്ചോ. കമ്പനിയുടെ ഓണേഴ്സിനെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് ആദ്യത്തെ പറയുന്നത്. യെസ്, ഷെയർ ഹോൾഡേഴ്സ്. ഒരാൾ മാത്രമേ റിപ്ലൈ ഒന്നുള്ളൂ. മോശം. പെട്ടെന്നാ. യെസ്, ഷെയർ ഹോൾഡേഴ്സ് നന്ദിനി പറയുന്നു. യെസ്, ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെ മനസ്സിൽ ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഷെയർ ഹോൾഡേഴ്സ് ഇസ് എ റോങ് ടേം. വൈഷ്ണവി, ഷെയർ ഹോൾഡേഴ്സ് ഇസ് എ റോങ് ടേം apparently. The answer is members. See, that is what I said. If your base was correct, no? If I ask this question, immediately you will say members instead of saying shareholders. As a shareholder, you do not have any rights. Only when you become member of a company, you have voting rights, you have dividend rights, you have right to receive notice. എല്ലാ റൈറ്റും മെമ്പറിന്റെ ആണ്, ഷെയർ ഹോൾഡറിന്റെ അല്ല. മെമ്പറാണ് ഓണർ, മെമ്പറാണ് ആവേണ്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടോ, ചില കമ്പനീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, ഷെയറും ഇല്ല, അങ്ങനത്തെ കമ്പനീസും ഉണ്ട്. അപ്പൊ അവിടെ ആരാ ഓണേഴ്സ്?
അവിടെയും മെമ്പേഴ്സ്. അങ്ങനത്തെ കമ്പനിയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി കമ്പനിയിൽ ഷെയർ ക്യാപിറ്റൽ ഇല്ല, ഷെയർ ഇല്ല, ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, മെമ്പേഴ്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ കമ്പനിയിലും ഉള്ളത് മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ്. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയതും യഥാർത്ഥത്തിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം. യെസ്. അടുത്ത ചോദ്യം, എത്ര ടൈപ്പ് കമ്പനീസ് ഉണ്ട്? എത്ര ടൈപ്പ് കമ്പനീസ് ഉണ്ട്? ധൈര്യമായിട്ട് പറ. നിങ്ങൾ ധൈര്യമായിട്ട് പറ. ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ നമ്മൾ പഠിച്ച് എല്ലാം ശരിയാക്കാൻ പോവുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പറ, എത്ര ടൈപ്പ് കമ്പനീസ് ഉണ്ട്? നിങ്ങളുടെ ഒരു understanding. How many different types of companies? I'm not saying how many companies are there. There's a lot of companies. In India, there's about roughly 10 lakh companies. Okay, 10 to 12 lakh companies. MCA report. So 4 types of companies. The student has answered 4 types of companies. See, technically speaking, there are only 2 types of companies. Private company and public company. Just 2 types. Exactly. One of the student has exactly answered the question. 2 type ഉള്ളൂ, പ്രൈവറ്റും പബ്ലിക്കും. അപ്പൊ നിങ്ങൾ പറയും സാർ OPC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ. OPC ഒരു പ്രൈവറ്റ് കമ്പനിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ സ്മോൾ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ. സ്മോൾ കമ്പനി വീണ്ടും ഒരു പ്രൈവറ്റ് കമ്പനിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ സെക്ഷൻ 8 കമ്പനി ഉണ്ടല്ലോ. സെക്ഷൻ 8 ഒരു ലൈസൻസാ. ആ ലൈസൻസ് ഒരു പ്രൈവറ്റ് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിക്കോ ആണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റോ പബ്ലിക്കോ ആകുന്ന കമ്പനി ആയാലേ സെക്ഷൻ 8ന്റെ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ, സബ്ജക്ട് വേറെ ചില കണ്ടീഷൻസും. അപ്പൊ നിങ്ങൾ പറയും സാറേ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയൊക്കെയോ? അതൊരു പ്രൈവറ്റ് കമ്പനി ചിലപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി ആകാം, സബ്സിഡറി കമ്പനി ആകാം. ഒരു പബ്ലിക് കമ്പനി ചിലപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി ആകാം, സബ്സിഡറി കമ്പനി ആകാം. അപ്പൊ സാറേ ലിസ്റ്റഡ് കമ്പനിയോ? ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ മിക്കതും പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ഒക്കെ നടത്തി പബ്ലിക് ഇഷ്യൂ നടത്തി ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റഡ് കമ്പനി ആകുന്ന, ബട്ട് അത് യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് കമ്പനിയാണ്. ഞാൻ പറയുന്ന പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ശരിക്കും എത്ര ടൈപ്പ് കമ്പനീസേ ഉള്ളൂ? 2 ടൈപ്പേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. Ideally speaking, there are only 2 types of companies, but there are other variants that you should also understand. Okay, but in its essence, there are only 2 types of companies, private and public. Okay, അതൊക്കെ പറയുന്നതിന് മുമ്പ് കമ്പനീസ് ആക്ട് ആണ് നമ്മൾ നോക്കുന്നത്. കമ്പനീസ് ആക്ടിൽ എത്ര സെക്ഷൻസ് ആണ് ഉള്ളത്? 470 സെക്ഷൻസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്, ആണല്ലോ? യെസ്. പക്ഷെ ഇത് 470 സെക്ഷൻസ് അല്ല, ഇതിനകത്ത് കൂടുതലും ഉണ്ട്. അത് ഇടയ്ക്ക് വെച്ച് കുറെ അമെന്റ്മെന്റ്സ് ഒക്കെ വന്ന് ഈ 470 ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് റഫ് ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള രീതിയിൽ എന്ത് പറയാം? കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ആക്ടിൽ 470 സെക്ഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അണ്ടർസ്റ്റുഡ്? യെസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 29 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, ഇല്ലേ? അപ്പൊ ചോദ്യതാണ്, എന്താണ് ഈ ചാപ്റ്റർ? ചാപ്റ്റർ എന്ന് വെച്ചാലേ ഈ 470 സെക്ഷൻസ് ഇല്ലേ, ഈ 470 സെക്ഷൻസിൽ ചില സെക്ഷൻസ് സിമിലർ സെക്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, സെക്ഷൻ 139 തൊട്ട് 148 വരെ, സെക്ഷൻ 139, 140, 141 തൊട്ട് 148 വരെ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ? ഓഡിറ്ററും ഓഡിറ്റിനെയും പറ്റിയിട്ടൊക്കെയാ. മനസ്സിലായോ? അപ്പൊ ഈ സെക്ഷനില്ലേ, സെക്ഷൻ 139 തൊട്ട് 148 സിമിലർ സെക്ഷൻസ് ആ, പറയുന്നത് സിമിലർ ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ അവർ എന്ത് ചെയ്തു? ഈ സിമിലർ സെക്ഷൻസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഓരോരോ ഗ്രൂപ്പ് ആക്കി ആ ഗ്രൂപ്പിനെയാണ് ചാപ്റ്റർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 470 സെക്ഷൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പ് ചെയ്ത് ഓരോ ചാപ്റ്റർ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ കമ്പനീസ് ആക്ടിൽ 470 സെക്ഷൻ ഉണ്ട്. അത് 29 ചാപ്റ്റർ ഗ്രൂപ്പിംഗ്സിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? കമ്പനീസ് ആക്ടിൽ 7 ഷെഡ്യൂൾ ഉണ്ട്. ഇതിൽ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 7 നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്റർവ്യൂ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾസിനകത്ത് ചില ഷെഡ്യൂൾസ് നിങ്ങൾ പഠിക്കാനുള്ളതാണ്. അണ്ടർസ്റ്റുഡ്? അത് ഷെഡ്യൂൾ എന്താണെന്നും ഷെഡ്യൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. യെസ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ആക്ടിന്റെ സെക്ഷൻസ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ടിൽ 470 സെക്ഷൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പഠിച്ചത്. സെക്ഷൻ നമ്പർ 470 കഴിഞ്ഞാൽ ഉടനെ ഷെഡ്യൂൾ 1, അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 2, അങ്ങനെ പോകും. മനസ്സിലായോ? അപ്പൊ ഷെഡ്യൂൾസ് എവിടെയാ കാണുന്ന ഒരു ആക്ടിൽ? ഷെഡ്യൂൾസ് കാണുന്നത് ഒരു
ആക്ടിന്റെ സെക്ഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഷെഡ്യൂൾസ് കാണുന്നത്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ് യെസ്. കമ്പനീസ് ആക്ടിനെ പറ്റി ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടിയില്ലേ? കമ്പനീസ് ആക്ട് 2013 പറ്റി എത്ര സെക്ഷൻസ് ഉണ്ട്? 470 സെക്ഷൻസ് ഉണ്ട്. അത് 29 ചാപ്റ്റർ ആയിട്ടാണ്. 7 ഷെഡ്യൂൾസും പഠിക്കാനുണ്ട്. അതിനകത്ത് 7 ഷെഡ്യൂൾസും പഠിക്കണ്ട, 7 ഷെഡ്യൂൾസിനകത്ത് ഒരു 3 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. യെസ്, ഇത്രയും മനസ്സിലായെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്തേ. നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു ഫ്രഷ് പേജ് എടുക്കണേ. ഓക്കെ, ഒരു ഫ്രഷ് പേജ് എടുക്കണേ. ഫ്രഷ് പേജ് എടുത്തിട്ട് ചാപ്റ്റർ വൈസ് ഡിവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് എന്ന് എഴുതിയാൽ മതി. ചാപ്റ്റർ വൈസ് ഡിവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്ന് എഴുതും. ചാപ്റ്റർ വൈസ്. ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരുന്നതാണ്, എന്നാലും നിങ്ങൾ ഇത് എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോഴേ ഞാൻ എപ്പോഴും എല്ലാം നോട്ട്സ് ആയിട്ട് അയച്ചാലേ എന്ത് പറ്റുമെന്ന് വെച്ചാലേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ അത് എഴുതി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കൂടുതൽ അത് ഉറയ്ക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്, ഞാൻ നോട്ട്സ് തരും, ബട്ട് ഐ സ്റ്റിൽ വാണ്ട് യു പീപ്പിൾ ടു റൈറ്റ് ഫ്യൂ തിങ്സ്, ഡ്രോ ദ ചാർട്ട്സ് ആൻഡ് ഓൾ, സോ ദാറ്റ് അത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഇംപ്രിന്റ് ആകുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ ചാർട്ട് വരയ്ക്കുമ്പോഴേ ഞാൻ ഇതിനകത്ത് 4 കോളംസ് ആണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ 2 കോളം വെച്ചാൽ മതി. യെസ്, സീരിയൽ നമ്പറും ചാപ്റ്റർ ഹെഡിങ്ങും സെക്ഷൻസ് റേഞ്ചും 3 കോളം. അപ്പൊ ദാ ഈ 3 കോളം മാത്രം മതിയേ. ഈ 3 കോളം മാത്രം മതി. ഏതൊക്കെയാണ് ആ കോളംസ്? സീരിയൽ നമ്പർ എന്നുള്ള ഒരു കോളം, ചാപ്റ്റർ ഹെഡിങ് എന്ന് പറഞ്ഞൊരു കോളം, സെക്ഷൻസിന്റെ റേഞ്ച് പറയുന്ന കോളം. മനസ്സിലായോ? ഈ 3 കോളം മതി. അണ്ടർസ്റ്റുഡ്? എല്ലാവരും വരച്ചല്ലോ? വരച്ചു കഴിഞ്ഞെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് എഴുതണം. അതായത് 29 ചാപ്റ്റേഴ്സ് ഉണ്ട് കമ്പനീസ് ആക്ട്. പക്ഷേ ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ 10 ചാപ്റ്റേഴ്സും അത് കഴിഞ്ഞതിന് ശേഷം ഏത് ചാപ്റ്ററും കൂടെ പഠിക്കണമെന്ന് വെച്ചാൽ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കമ്പനീസ് ആക്ടിന്റെ ചാപ്റ്റർ 22 ആണ്. അതും കൂടെ പഠിക്കണം. മനസ്സിലായോ? ഞാൻ ഇവിടെ 12ാമത്തെ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത് വേറൊരു പർപ്പസിനാൽ ഞാൻ പിന്നെ പറഞ്ഞു തരാം. തൽക്കാലം നിങ്ങൾ ഈ 11 ചാപ്റ്റേഴ്സ് എഴുതണം ഓരോന്നായിട്ട്. ഓക്കെ, നമുക്കൊന്ന് എഴുതാം. ആദ്യം ഏതാണ് ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 1ന്റെ പേരാണ് പ്രിലിമിനറി. ഈ പ്രിലിമിനറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏത് ആക്ട് എടുത്താലും ഉണ്ടാവും. ഫസ്റ്റ് ചാപ്റ്റർ ഏത് ആക്ടിന്റെയും പ്രിലിമിനറിയാണ്. 2 സെക്ഷൻസ് ആയിരിക്കും ആ ചാപ്റ്ററിലുള്ളത്, സെക്ഷൻ നമ്പർ 1ഉം സെക്ഷൻ നമ്പർ 2. ഓക്കെ, അതെന്തുകൊണ്ടാണ് അതിനെ പ്രിലിമിനറി എന്ന് വിളിക്കുന്നതും അതെന്തുകൊണ്ടാണ് ഇത് 2 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. യൂഷ്വലി ഞാൻ വേറൊരു മോഡിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലോ പേപ്പർ. ഓക്കെ, തൽക്കാലം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മിക്കതും അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് സ്ട്രെസ് ചെയ്ത് പറയാത്തത്. നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയോ? ചാപ്റ്റർ നമ്പർ 1 പ്രിലിമിനറി ഏത് സെക്ഷൻ തൊട്ട് ഏത് സെക്ഷൻ വരെ? സെക്ഷൻ 1ഉം 2 മാത്രമേ ഉള്ളൂ. യെസ്, അടുത്ത എഴുതിക്കോ ചാപ്റ്റർ 2 ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. അത്ര എഴുതിയാൽ മതി. മറ്റേ മാറ്റേഴ്സ് ഇൻസിഡന്റൽ ഏറ്റവും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഏത് സെക്ഷൻ തൊട്ട് ഏത് സെക്ഷൻ വരെയാ? സെക്ഷൻ 3 തൊട്ട് സെക്ഷൻ 22 വരെ. ഓക്കെ, സെക്ഷൻ 3 തൊട്ട് സെക്ഷൻ 22 വരെ. അടുത്തത് ചാപ്റ്റർ 3. ഈ പാർട്ട് 1 ഒക്കെ വേണ്ട കേട്ടോ. യഥാർത്ഥത്തിൽ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പാർട്ട് 2 പോലും കാണിച്ചിട്ടില്ല. പാർട്ട് ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് റൈറ്റ് ചാപ്റ്റർ 3 പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി. അത് സെക്ഷൻ 23 തൊട്ട് 42 വരെ. 23 തൊട്ട് 42 വരെ. ചാപ്റ്റർ 3 പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി, സെക്ഷൻ 23 തൊട്ട് 42 വരെ. ചാപ്റ്റർ എഴുതുമ്പോൾ റോമൻ നമ്പർ ആയിട്ട് എഴുതണം. വലിയ റോമൻ നമ്പർ ആണ്. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 4 കുറെ സെക്ഷൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് അക്കൗണ്ട്സിലും നിങ്ങൾക്ക് എന്തുണ്ട്? ഇമ്പാക്ട് ഉണ്ട്. ലോയിൽ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതാണ് അക്കൗണ്ട്സിൽ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ എന്തിനാണ് മറ്റേ CRR ഉപയോഗിക്കുന്നത്? CRR എന്താണ്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ നടത്തുമ്പോൾ CRR ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമോ? ചില സാഹചര്യങ്ങളിൽ വരും. ബോണസ് ഇഷ്യൂ അല്ല, ബൈബാക്ക് നടത്തുമ്പോൾ ചിലപ്പോൾ CRR ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ CRR ഒക്കെ എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് എന്നൊക്കെ ഉള്ളത് ബേസിക്കലി ലോയിലാണ് ഉള്ളത്. നിങ്ങൾ ലോയിൽ പറയുന്ന പോലെയാണ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. അപ്പം ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബേഞ്ചേഴ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അക്കൗണ്ട്സിലും ഇമ്പാക്ട് വരുന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബേഞ്ചേഴ്സ്
നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് തോന്നും. കാര്യം നിങ്ങൾക്ക് അത് അക്കൗണ്ട്സിലും നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. കാര്യം അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ആകെ മൂന്ന് ഡിവിഷൻസേ ഉള്ളൂ. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ കമ്പനി അക്കൗണ്ട്സ്, പിന്നെ ബ്രാഞ്ച്. ഈ മൂന്നില് ആദ്യത്തെ രണ്ടായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ വെയിറ്റേജ് 65%. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമ്മളെ കമ്പനി അക്കൗണ്ട്സിലാണ്. ലാസ്റ്റ് ഒരു 10 to 15 വെയിറ്റേജേ ഉള്ളൂ ബ്രാഞ്ചിന്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 4 ലോയില്, അത് എവിടെ നിങ്ങൾക്ക് ഉപയോഗം വരും? അക്കൗണ്ട്സിൽ ഉപയോഗം വരും കേട്ടോ. ഏറ്റവും വലിയ ചാപ്റ്റേഴ്സിൽ ഒന്നാണ് സെക്ഷൻ 43 to 72. എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാപ്റ്റർ ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പാക്ട് അക്കൗണ്ട്സിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ചാപ്റ്റർ നമ്പർ 5, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനി. സെക്ഷൻ 73 to 76A വരെ ഉണ്ട് കേട്ടോ. സെക്ഷൻ 73 to 76A വരെ ഉണ്ട്. എഴുതിയോ? യെസ്. അടുത്തത് ചാപ്റ്റർ 6. എഴുതിയോ ഗൈസ്? അടുത്തത് ചാപ്റ്റർ 6, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. അത് ഏത് സെക്ഷൻ തൊട്ട് ഏത് സെക്ഷൻ വരെയാ? സെക്ഷൻ 77 to 87 വരെയാ. സെക്ഷൻ 77 to സെക്ഷൻ 87 വരെയാ. യെസ്, വൺ ഓഫ് ദ സ്മോളസ്റ്റ് ചാപ്റ്റേഴ്സ്. കമ്പനീസ് ആക്ടിൽ തന്നെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഇന്റർമീഡിയറ്റിൽ ദ സ്മോളസ്റ്റ് ചാപ്റ്റർ. ഇത് ഹാർഡ്ലി പോയ ഒരു 4 hours കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 3 hours കൊണ്ടും തീരാറുണ്ട്. ഓക്കെ, അടുത്തത് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പിലും ഫൈനലിലും നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിംഗ് കരിയറിലും വേണ്ടി വരുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 7, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സെക്ഷൻ 88 തൊട്ട് 122 വരെ. ഇതിനകത്ത് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 88 തൊട്ട് 122 വരെ നിങ്ങൾ എഴുതുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. യെസ് ഗൈസ്, എവരിബഡി ഈസ് റൈറ്റിംഗ്. ഞാൻ സ്പീഡിൽ പോയാണെങ്കിൽ പറയണം, so that I'll wait for you guys. Okay, wonderful guys. Next, chapter 8, declaration and payment of dividends. Again, not so big, but an important chapter and an easy chapter, a scoring chapter. Yes, declaration and payment of dividend. Section 123 to 127. Section 123 to 127. Yes guys, എഴുതിയിരുന്നോ? എഴുതിയെങ്കിൽ അടുത്ത് എഴുതിക്കോ. ചാപ്റ്റർ 9, അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. സെക്ഷൻ 128 to 138. ചാപ്റ്റർ 9, account of companies എന്നായിപ്പോയി. This should be ideally speaking accounts എന്നാണ്. Accounts of companies. Section 128 to 138. കണ്ടോ, അക്കൗണ്ട്സ് എന്നാണ്. റൂൾസിലും അക്കൗണ്ട്സ് എന്നാണ്. മിസ്റ്റേക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ 10, ഓഡിറ്റിംഗ് എന്ന് വന്നിട്ടുള്ള ചാപ്റ്റർ ആണ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. സെക്ഷൻ 139 to 148. സെക്ഷൻ 139 to 148. യെസ്, ഓഡിറ്റിംഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഒന്നായിരിക്കും ഇത്, ഐ ബിലീവ്. യെസ്, ലാസ്റ്റ് പുതുതായിട്ട് അഡീഷൻ ആയിട്ട് വന്നിട്ടുള്ള ചാപ്റ്റർ 22, കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സെക്ഷൻ 379 to 393A ഉണ്ട്. പക്ഷേ എ ഇതുവരെയായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ 393 വരെ ഉള്ളൂ. പക്ഷെ ആക്ടിൽ ഉള്ളതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാനത് എഴുതിയതാണ്. 393A വരെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ എഴുതിക്കോ. പക്ഷെ അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. നോട്ടിഫൈ ചെയ്താത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇതുവരെയായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല, കുറെ നാളായി. യെസ്, വേറൊരു ചാപ്റ്റർ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതണ്ട. സെക്ഷൻ 173 to 195, പവേഴ്സ് ഓഫ് ദ ബോർഡ്, അത് എഴുതണ്ട. തൽക്കാലം ഈ 11 ചാപ്റ്റേഴ്സിന്റെ ഇൻഡെക്സ് എഴുതിയാൽ മതി. എഴുതിയോ ഗൈസ്? യെസ്, വണ്ടർഫുൾ. സോ ദിസ് ഇസ് യുവർ സെക്ഷൻസിന്റെ ഇൻഡെക്സ് ആണ്. ഇതുപോലെ നമ്മൾ 2-3 ഇൻഡെക്സുകൾ ഉണ്ടാക്കും. ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ഞാൻ ഓരോ സെക്ഷൻസ് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ബുക്കിന്റെ ബാക്കിൽ സെക്ഷൻസിന്റെ ഇൻഡെക്സ് എഴുതണം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. അതേപോലെ ഫോംസിന്റെ ഇൻഡെക്സ്, നമുക്ക് കുറെ ഫോമുകളുണ്ട് കമ്പനീസ് ആക്ടിൽ. യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും AOC 4, MGT 7, MGT 14, യെസ്, MGT 11 എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ADT 1, 2, 3, 4 അങ്ങനെ കുറെ ADT ഫോമുകളും
ഇനി കോസ്റ്റ് ഓഡിറ്റ് നിങ്ങൾ ഇതിനകത്താണ് പഠിക്കുന്നത്. CRA 1, 2, 3, 4, CRA 4, അങ്ങനെ കുറെ ഫോമുകൾ. INC 7, അങ്ങനെ കുറെ ഫോമുകൾ. യെസ്, INC 32, യെസ്, MCA ഫോം. അപ്പൊ ഈ MCA ഫോംസും ഞാൻ ഓരോന്നോരോന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിനെന്ന് വെച്ചാൽ നോട്ട്ബുക്കിന്റെ ബാക്കിൽ നിങ്ങളുടെ ഫോമുകളും അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പൊ നിങ്ങളുടെ ബുക്കില്ലേ, നോട്ട്ബുക്ക്, അത് ഫ്രണ്ടും ബാക്കും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കും കേട്ടോ. യെസ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു ഫ്രഷ് നോട്ട്ബുക്ക് തന്നെ വേണം. കാര്യം നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതിയ നോട്ട്ബുക്ക് ആണെങ്കിൽ ആ ഒരു ഋതം മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ ഫ്രഷ് നോട്ട്ബുക്കേ വെക്കാവട്ടെ. ഓക്കെ, യാ. അപ്പൊ നിങ്ങൾ ഈ ഇൻഡെക്സ് എല്ലാം കണ്ടു കഴിഞ്ഞു ആണല്ലോ. നിങ്ങൾ പഠിക്കാനുള്ള ഇൻഡെക്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് കമ്പനീസ് ആക്ടില്ലേ, ഞാൻ ആ ബെയർ ആക്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പൊ എഴുതിയതും ഇത് തന്നെയാണ്. ഇത് കമ്പനീസ് ആക്ടിന്റെ ബെയർ ആക്ട് ആണേ. നമ്മളെ കമ്പനി സെക്രട്ടറീസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ICSI അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെബ്സൈറ്റ്. ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഞാനിത് നാവിഗേറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഈ വെബ്സൈറ്റ് ബെയർ ആക്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു വെബ്സൈറ്റാണ്. റൂൾസും എല്ലാം അതിനകത്തുണ്ട്. റൂൾസിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുണ്ട്. കണ്ടോ, നിങ്ങൾ ഇപ്പൊ എഴുതിയത് ഇതൊക്കെയാണ്. കണ്ടോ, ചാപ്റ്റർ 1 പ്രിലിമിനറി, നിങ്ങൾ എഴുതിയത് ഇതൊക്കെയാണ്. ചാപ്റ്റർ 1 കണ്ടോ. പിന്നെ ഇൻകോർപ്പറേഷന്റെ സെക്ഷൻസ് വരുന്ന സെക്ഷൻ 3 to 22, പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് സെക്രട്ടറി, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അക്കൗണ്ട് ഓഫ് കമ്പനീസ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, യെസ്, ലാസ്റ്റ് 22 വന്നിരിക്കുന്നത് പുതിയതാണ്. കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. യെസ്, അതിന്റെ സെക്ഷൻസിന്റെ റേഞ്ച് ആണ് സെക്ഷൻ 379 to 393. കണ്ടോ, സെക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞേ. 7 ഷെഡ്യൂൾസ് ഉണ്ട്. ഷെഡ്യൂൾ 1 പല ടേബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, 4, 5, 6, 7, 7th ഷെഡ്യൂൾ കണ്ടോ. അങ്ങനെ 7 ഷെഡ്യൂൾസ് ഉണ്ട്. ഇതിൽ ഷെഡ്യൂൾ 1, 3, 7 നമ്മളുടെ ഇന്റർ പോർഷൻസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനീസ് ആക്ടിന്റെ ഏകദേശം ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടിയിട്ടുണ്ട് ആണല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോ ഗൈസ്, 470 സെക്ഷൻസ് ഉണ്ട് കമ്പനീസ് ആക്ട്. യെസ്, ഞാൻ കുറെ നേരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 470 സെക്ഷൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. എല്ലാ സെക്ഷൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടോ, നിങ്ങൾക്ക് എന്നാലും കമ്പനീസ് ആക്ടിന്റെ പകുതിയെ അറിയത്തുള്ളൂ. 470 സെക്ഷൻസും ഷെഡ്യൂൾസും ഫുള്ള് നിങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും നിങ്ങൾക്ക് പകുതിയെ കമ്പനീസ് ആക്ടിന്റെ അറിയത്തുള്ളൂ. അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ, കമ്പനീസ് ആക്ട് ഒരു റൂൾ ബേസ്ഡ് ആക്ട്. അതിന്റെ അർത്ഥം കമ്പനീസ് ആക്ടിന്റെ ഓരോ സെക്ഷൻ പഠിച്ചതിന് ശേഷം അതിന്റെ കൂടെ ഉള്ള റൂൾസും കൂടെ പഠിച്ചാലേ കംപ്ലീറ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, സ്മോൾ കമ്പനി എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്മോൾ കമ്പനി കേട്ടിട്ടുണ്ടല്ലോ. സ്മോൾ കമ്പനി, ഈ സ്മോൾ കമ്പനി ആണെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കണമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതിന്റെ പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്, ടേൺ ഓവറിന്റെ ഒക്കെ ഒരു ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആണോ? പറയുന്നില്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടോ, കമ്പനീസ് ആക്ടിന്റെ ഡെഫിനിഷൻ സെക്ഷനിലുള്ള ഒരു സെക്ഷൻ ആണ് സ്മോൾ കമ്പനി, സെക്ഷൻ 2+85. ആ സെക്ഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. സ്മോൾ കമ്പനി നിങ്ങൾ അറിയത്തില്ല. സ്മോൾ കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാര്യം സ്മോൾ കമ്പനിയുടെ ആ ടേൺ ഓവറിന്റെ ലിമിറ്റും പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റും എല്ലാം പറയുന്നത് റൂൾസില്ല. അപ്പൊ സ്മോൾ കമ്പനി എന്താന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തത വേണമെങ്കിൽ അതിന്റെ കൂടെയുള്ള റൂളും പഠിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ബേസിക്കലി ഞാൻ എന്തിന്റെ കാര്യമാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ നോക്കുന്നത്? റൂൾസിന്റെ കാര്യമാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? അപ്പൊ എന്ത് നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം കമ്പനീസ് ആക്ട് പഠിക്കുമ്പോ? കമ്പനീസ് ആക്ടിന്റെ കൂടെയുള്ള റൂൾസ് മനസ്സിലായോ? ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഞാൻ എന്താ അതിന്റെ സൈഡിൽ ഞാൻ ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിന്റെ സൈഡിൽ റൂൾസ് ഞാൻ വെച്ചിട്ടുണ്ട്. ചിലതിന്റെ റൂൾസ് കൂടുതലാണ്. കണ്ടോ, ഇവിടെ 1 to 39 റൂൾസ് ഉണ്ട്. 39 റൂൾസ് ഉണ്ട്. ഏതാ? ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ റൂൾസ് കൂടുതലാണ്. ചിലതിനകത്ത് റൂൾസ് വളരെ കുറവാ.
12 റൂൾസേ ഉള്ളൂ. ഏതിലാ? രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. കാര്യം സെക്ഷൻസും കുറവാ, അതുകൊണ്ട് റൂൾസും കുറവാ. മനസ്സിലായോ? യെസ്. അപ്പൊ എന്ത് ഇമ്പോർട്ടന്റ് ആ? റൂൾസ് ഇമ്പോർട്ടന്റ് ആണ്. റൂൾസ് കുറെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡിക്ലറേഷൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിൽ റൂൾ 3 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. when there is insufficiency or absence of profit, അങ്ങനെയാണെങ്കിൽ ഫ്രീ റിസർവ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാം ചിലവർക്കൊക്കെ. അപ്പൊ റൂൾസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കമ്പനീസ് ആക്ടിൽ. അണ്ടർസ്റ്റുഡ്? അപ്പൊ സെക്ഷൻസിന് കൂടെ ഞാൻ എന്ത് പഠിപ്പിക്കും? അതിന്റെ കൂടെ ഉള്ള റൂൾസ് പഠിപ്പിക്കും. അണ്ടർസ്റ്റുഡ്? യെസ്, എവരിബഡി അണ്ടർസ്റ്റുഡ് ടിൽ ഹിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ഫ്രഷ് പേജ് എടുക്കുക. യെസ്, 8:30 ഞാൻ ബ്രേക്ക് തരാം. ഇഫ് എനിവൺ ഇസ് ഫീലിംഗ് അൺഈസി ജസ്റ്റ് ലെറ്റ് മീ നോ. ഐ ഗിവ് യു എ ബ്രേക്ക് ഏർലിയർ സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ബ്രേക്ക് വേണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഗൈസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആദ്യം കമ്പനി എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ വെച്ച് തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ അതിനു മുമ്പേ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ. കമ്പനീസ് ആക്ട് സെക്ഷൻ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 470 സെക്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എഴുതിക്കോ സെക്ഷൻ നമ്പർ 1, ഒരു ഡാഷ് ഇട്ടിട്ട് എഴുതിക്കോ. ടൈറ്റിൽ, ഇതിന്റെ ഹെഡിങ് ആണ്, സെക്ഷന്റെ ഹെഡിങ് ആണ്. ഓരോ സെക്ഷന് ഹെഡിങ് ഉണ്ട്. അപ്പൊ ഞാൻ സെക്ഷൻ നമ്പർ എഴുതിയിട്ട് ഡാഷ് ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ അതെന്താ? ഹെഡിങ് ആണ്. ഓക്കെ ഗൈസ്. അപ്പൊ ഓരോ സെക്ഷനും എന്തുണ്ട്? ഹെഡിങ് ഉണ്ട് കേട്ടോ. യെസ്, ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ് ആൻഡ് ആപ്ലിക്കബിലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്ഷൻ 1. ഏതിന്റെ സെക്ഷൻ 1? കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 1. യെസ്. സി, ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അർത്ഥമല്ല, നിങ്ങൾ ഇത് എങ്ങനെ വായിക്കും? ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഇത് എങ്ങനെ വായിക്കും? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ? ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഇത് എങ്ങനെ വായിക്കും? നിങ്ങൾ ഇത് വായിക്കേണ്ടത് നിങ്ങൾക്ക് പലവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഇത് റിഫ്രഷർ പോലെ പറയാണ്. സെക്ഷൻ 5 ആണിത്. അതിനകത്തുള്ള സബ്സെക്ഷൻ ആണിത്, സബ്സെക്ഷൻ 1. യെസ്, ഇതെന്താണാവോ? ക്ലോസ് ബി ആണല്ലോ. ഇതെന്താണാവോ? സബ് ക്ലോസ് 4. യെസ്. ഇവിടെ നിങ്ങൾ എന്താണ് നോട്ടീസ് ചെയ്തത്? യൂഷ്വലി നമ്പേഴ്സ് പറയുകയാണെങ്കിൽ അതൊന്നെങ്കിൽ സെക്ഷൻ ആകാം, അല്ലെ സബ്സെക്ഷൻ ആകാം. മനസ്സിലായോ? അപ്പൊ നമ്പേഴ്സ് ആണ് സെക്ഷനും സബ്സെക്ഷനും. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് എപ്പോഴും ക്ലോസ് ആണ്. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് എപ്പോഴും ക്ലോസ് ആണ്. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് എപ്പോഴും ക്ലോസ് ആണ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വരുന്ന സ്മോൾ റോമൻ നമ്പർ എപ്പോഴും സബ് ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? അപ്പൊ ഇതെങ്ങനെ വായിക്കണമെന്ന് മനസ്സിലായല്ലോ. സെക്ഷൻ 5, സബ്സെക്ഷൻ 1, ക്ലോസ് ബി, സബ് ക്ലോസ് 4. യെസ്, ഞാൻ ഇങ്ങനെ എഴുതിയാലോ? ഉദാഹരണം കൂടെ എഴുതാം. എങ്ങനെ വായിക്കും? സെക്ഷൻ 6, സബ്സെക്ഷൻ 3, ക്ലോസ് എ, സബ് ക്ലോസ് 3 ആണല്ലോ. ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയാലേ? ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഇത് എങ്ങനെ വായിക്കും? സെക്ഷൻ 2, സബ്സെക്ഷൻ 42 അല്ല, ക്ലോസ് 42 ആണ്. അപ്പൊ നിങ്ങൾ പറയും, സാർ അല്ലേ നേരത്തെ പറഞ്ഞേ സെക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ സബ്സെക്ഷൻ ആണെന്ന്? ആണ്, ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സെക്ഷൻ 2-നകത്ത് സബ്സെക്ഷൻ ഇല്ല, എല്ലാം ക്ലോസുകളാണ്. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു തീറ്റിയോ? കാര്യം സെക്ഷൻ 2 നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഡെഫിനിഷൻ സെക്ഷൻ ആണ്. ഡെഫിനിഷൻ ക്ലോസുകളാണ് പറയുന്നത്. പറഞ്ഞു പിടികിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? അപ്പൊ സെക്ഷൻ 2 വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? സബ്സെക്ഷൻ വെച്ച് വായിക്കരുത്. നമ്മൾ അത് എങ്ങനെ വായിക്കണം? ക്ലോസുകളായിട്ട് വായിക്കണം. അപ്പൊ നിങ്ങൾ പറയും, സാറേ അതിന്റെ റീസൺ എന്താ? അതെന്താ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? റീസൺ എന്ന് വെച്ചാലേ,
നമ്മളിപ്പോ സെക്ഷൻ 140 ഉണ്ട് കമ്പനീസ് ആക്ടിന്റെ. ആ സെക്ഷൻ 140 സബ്സെക്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ 5 സബ്സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഓരോ സബ്സെക്ഷൻസും റിലേറ്റഡ് ആണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 140 സബ്സെക്ഷൻ 1 റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ. സബ്സെക്ഷൻ 2 എന്നൊക്കെ പറഞ്ഞ് റിട്ടയർമെന്റ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഓഡിറ്ററിനെ എങ്ങനെ പുറത്താക്കും, ഒരു ഓഡിറ്റർ എങ്ങനെ രാജിവെച്ച് പോകും, അങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സബ്സെക്ഷൻസ് ഓരോന്നായിട്ട് പറയുന്നത്. ലാസ്റ്റ് റിമൂവൽ ബൈ ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണൽ എങ്ങനെ ഒരു ഓഡിറ്ററിനെ പുറത്താക്കും. അപ്പൊ ബേസിക്കലി ഒരു ഓഡിറ്ററിന്റെ രാജിയും പുറത്താക്കുന്നതിനെയും പറ്റിയിട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 140. അതിനകത്തുള്ള ഓരോ സബ്സെക്ഷൻസും റിലേറ്റഡ് ആണ്, ബന്ധമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അങ്ങനെയല്ല സെക്ഷൻ 2. സെക്ഷൻ 2 ഇല്ലേ കമ്പനീസ് ആക്ടിന്റെ, സബ്സെക്ഷൻ 1 എന്താണെന്നറിയോ? അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ഒരു ടൈപ്പ് പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് പറയുക, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. സെക്ഷൻ 2 ക്ലോസ് 2 എന്താണെന്നറിയോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ആ രണ്ട് വാക്കുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. ബന്ധമില്ലാത്തതുകൊണ്ടാണ് അതിനെ സബ്സെക്ഷൻസ് എന്ന് വിളിക്കാത്തത്. അതിനെന്തെന്ന് വിളിക്കുന്നത്? ക്ലോസുകൾ. അപ്പൊ ഡെഫിനിഷൻ എപ്പോഴും എന്താണ്? ക്ലോസുകളാണ്. സബ്സെക്ഷനായി വരികയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ സബ്സെക്ഷനും ഇപ്പൊ എഴുതിയ സബ്സെക്ഷനും ഇനി വരാൻ പോകുന്നതും അവർ മൂന്നുപേരും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? അപ്പം ഡെഫിനിഷൻ എന്താണ് ഗൈസ്? ക്ലോസുകളാണ്. യെസ്, ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും പിടികിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ബേസിക്സാ പറയുന്നത്, എനിക്കറിയാം. പക്ഷെ ഇത് ഇച്ചിരി കൂടെ ഒന്ന് കേട്ട് നിങ്ങൾ ഇരിക്കേ, കുറച്ച് നിങ്ങളുടെ ബേസിക്സ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആവട്ടെ. യെസ്, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നിലോട്ട് പോവുകയാണ്. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഏത് ആക്ടിന്റെ എടുത്താലും ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. യെസ്, എന്താണ് ടൈറ്റിൽ? ബേസിക്കലി സെക്ഷൻ 1 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് this act may be called the Companies Act 2013 എന്നാണ് സബ്സെക്ഷൻ 1. ബേസിക്കലി ആക്ടിന്റെ പേരെന്താണെന്ന് വ്യക്തമാക്കി പറയുന്ന സ്ഥലമാണ് സെക്ഷൻ 1ന്റെ സബ്സെക്ഷൻ 1. മനസ്സിലായോ? അപ്പൊ സബ്സെക്ഷൻ 2 എന്താ? സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ നിയമപരിധിയാ പറയുന്നത്. ഈ ആക്ട് എവിടേക്കാണ് ബാധകം? ഈ ആക്ട് ഇന്ത്യക്ക് മൊത്തവും ബാധകം. അതിന്റെ അർത്ഥം കേരളയിൽ ഇരിക്കുന്ന ഒരാള് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. വെസ്റ്റ് ബംഗാളിൽ ഇരിക്കുന്ന ഒരാള് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പറയുന്ന പോലെ ചെയ്യണം. ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയില് അല്ലെങ്കിൽ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചില ആക്ടുകൾ പണ്ട് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കശ്മീരിന് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. ആ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് എല്ലാ സെൻട്രൽ ആക്ടും ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്കും ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ലഡാക്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെയും കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബേസിക്കലി ടെറിട്ടോറിയൽ എക്സ്റ്റെന്റാ പറയുന്നത് ഈ നിയമത്തിന്റെ നിയമപരിധി. അപ്പൊ ചോദ്യം ഇതാണ്, ഈ കമ്പനീസ് ആക്ട് 2013 നിയമപരിധി എന്താ? ദിസ് ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഈ ആക്ട് ഇന്ത്യ മൊത്തത്തിൽ പാലിക്കേണ്ട ആക്ട് ആണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ആക്ട് പാലിക്കണം, കമ്പനി റിലേറ്റഡ് ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അണ്ടർസ്റ്റുഡ്? So this act extends to the whole of India. എല്ലാവർക്കും മനസ്സിലായോ? ഇവിടെ എഴുതുമ്പോ എക്സ്റ്റെൻഡ് എഴുതുമ്പോ ആദ്യത്തെ എക്സ്റ്റെൻഡ് എഴുതുമ്പോൾ ടി ആണ്, ഇവിടെ ഡി എസ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം കേട്ടോ. അടുത്തത് സബ്സെക്ഷൻ 3. സബ്സെക്ഷൻ 3 കമൻസ്മെന്റ് ആണ്. അതായത് ഈ ആക്ട് എന്ന് മുതൽ നിലവിൽ വന്നെന്ന കമ്പനീസ് ആക്ടിന്റെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ ആക്ട് നിലവിൽ വന്നത് ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ്. 470 സെക്ഷൻസ് ആണ് ഉള്ളത് കമ്പനീസ് ആക്ടിൽ. പക്ഷെ ഈ 470 സെക്ഷൻസും ഒറ്റയടിക്ക് ഒരുമിച്ച് വന്നില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് വന്നത്. ആദ്യം സെക്ഷൻ 1 വന്നു, പിന്നെ ഒരു 90 സെക്ഷൻസ് വന്നു, പിന്നെ ബാക്കി കുറെ സെക്ഷൻസ് വന്നു, പിന്നെ ബാക്കി കുറെ സെക്ഷൻസ് വന്നു. അതും ചിലതൊക്കെ 6, 7, 8 മാസം ഗ്യാപ്പിലൊക്കെയാണ് വന്നത്. അപ്പൊ ഒറ്റയടിക്ക് 470 സെക്ഷൻസ് വന്നതല്ല, അത് കുറച്ച്
ഗ്യാപ്പ് ഒക്കെ ഇട്ട് പയ്യെ വന്നത്. അത് എന്താ ഒരു റീസൺ എന്ന് വെച്ചാലേ, കമ്പനീസ് ആക്ട് 2013 നിലവിൽ വരുന്നതിന് മുമ്പ് കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്നു. അപ്പൊ അത് പയ്യെ ഫേസ് ഔട്ട് ചെയ്തിട്ട് കമ്പനീസ് ആക്ട് 2013 പയ്യെ കൊണ്ടുവരികയായിരുന്നു. അപ്പൊ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് മറ്റത് ഇല്ലാതാക്കിയില്ല. പയ്യെ കൊണ്ടുവന്ന് മറ്റതും ഇതും കുറെ നാൾ ഒരുമിച്ച് പോയിട്ട് പയ്യെ കമ്പനീസ് ആക്ട് 2013 മൊത്തത്തിലായി 1956 ഔട്ടായി. 1956ന്റെ ആക്ട് ഔട്ടായി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കമൻസ്മെന്റ് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ജസ്റ്റ് കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആക്ട് എന്നാണ് നിലവിൽ വന്നതെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതിന്റെ കമൻസ്മെന്റ് തൽക്കാലം നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? അടുത്തത് സബ്സെക്ഷൻ 4 ആപ്ലിക്കബിലിറ്റി ആണ്. സബ്സെക്ഷൻ 4 ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആക്ട് ആർക്കൊക്കെയാണ് ബാധകം, അതാണ് ആപ്ലിക്കബിലിറ്റി. മനസ്സിലായോ? ഈ ആക്ട് ആർക്കാണ് ബാധകം എന്ന് ചോദിച്ചാല് എല്ലാ കമ്പനീസും കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചേ പറ്റും. ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു ഓൾ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി. എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേഷൻ കിട്ടിയ കമ്പനീസ് എല്ലാം ഈ ആക്ട് കേൾക്കണം. കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴയ കമ്പനീസ് ആക്ടുകൾ പ്രകാരം ഇൻകോർപ്പറേഷൻ കിട്ടിയ കമ്പനി അതിപ്പോഴും നിലവിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു, റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ? മുകേഷ് അംബാനിയുടെ, അദ്ദേഹത്തിന്റെ അച്ഛൻ ധീരുഭായ് അംബാനി ഉണ്ടാക്കിയ കമ്പനിയാണ്. അത് ഉണ്ടാക്കിയത് 1900s, ലേറ്റ് 1900s. ഓക്കെ, അന്ന് എന്തില്ലായിരുന്നു? 2013 കമ്പനീസ് ആക്ട് ഇല്ലായിരുന്നു. അപ്പൊ അത് ഏത് ആക്ട് പ്രകാരമായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തത്? പഴയ കമ്പനീസ് ആക്ട് 1956 പ്രകാരമായിരുന്നു. മനസ്സിലായോ? അത് ഇപ്പോഴും നിലവിലുണ്ടോ? ഉണ്ട്. പക്ഷെ ഏത് ആക്ട് ഇല്ല? കമ്പനീസ് ആക്ട് 1956 ഇല്ല, പക്ഷെ കമ്പനീസ് ആക്ട് 2013 ഉണ്ട്. അതിന്റെ അർത്ഥം ആ പഴയ കമ്പനി ഇല്ലേ, ഇപ്പോഴും നിലവിലുള്ള പഴയ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി, അത് ഇനി എന്ത് ചെയ്യണം? കമ്പനീസ് ആക്ട് 2013 അതും അനുസരിക്കണം. മനസ്സിലായോ? യെസ്. പക്ഷേ വേറെ ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് സബ്സെക്ഷൻ 4. അതെന്താ പറയുന്നതെന്ന് നമുക്ക് ആക്ടിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ആക്ട് എടുത്തു, ബെയർ ആക്ട് എടുത്തു. ചാപ്റ്റർ 1 ആണ് പ്രിലിമിനറിയിൽ സെക്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. സെക്ഷൻ 1 ആണ്, കണ്ടോ? ഷോർട്ട് ടൈറ്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടൈറ്റിലും ഉണ്ട്, ലോങ് ടൈറ്റിലും ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് ഷോർട്ട് ടൈറ്റിൽ, എന്താണ് ലോങ് ടൈറ്റിൽ, എന്താണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, ബേസിക്കലി ടൈറ്റിൽ ആണെന്ന് വിചാരിച്ചാൽ മതി. അതിന് വ്യത്യാസം ഉണ്ട്, അതെന്താണ് പിന്നീട് പറഞ്ഞുതരാം. നോക്കിക്കേ, സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്, ആപ്ലിക്കേഷൻ അല്ലെ ആപ്ലിക്കബിലിറ്റി. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കയറിയാണ്. ക്ലിക്ക് ചെയ്ത് കയറിയപ്പോ എന്താണ് കാണിച്ചിരിക്കുന്നത്? സെക്ഷൻ 1 ആണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇതില് സെക്ഷൻ 1, സബ്സെക്ഷൻ 1, ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കമ്പനീസ് ആക്ട് 2013. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. സബ്സെക്ഷൻ 3 നിങ്ങൾ നോക്കണ്ട, അത് വിട്ടേരെ, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സബ്സെക്ഷൻ 4 നോക്കിക്കേ, ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു, എന്നിട്ട് ഓരോ ക്ലോസുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ അർത്ഥം സെക്ഷൻ 1 സബ്സെക്ഷൻ 4 ക്ലോസ് എ, ബി, സി, ഡി, ഇ, എഫ്, അത്രയും ക്ലോസുകളുണ്ട്. ഏതില്? സെക്ഷൻ 1ന്റെ സബ്സെക്ഷൻ 4ൽ ഇത്രയും ക്ലോസുകളുണ്ട്. മനസ്സിലായോ? യെസ്. ആദ്യത്തെ ക്ലോസ് എ എന്താ? കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. എന്ന് വെച്ചാൽ എന്താ? കമ്പനീസ് ആക്ട് 2013 ആരനുസരിക്കണം? പുതിയ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേഷൻ കിട്ടിയിട്ടുള്ള കമ്പനീസും പണ്ട് വേറെ ഏതെങ്കിലും പഴയ കമ്പനീസ് ആക്ട് പ്രകാരം, കുറെ പഴയ കമ്പനീസ് ആക്ടുകളുണ്ട്. കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് 1956 ഉണ്ടായിരുന്നു, 1913 ഉണ്ടായിരുന്നു, 1888 ഉണ്ടായിരുന്നു, 1866 ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ട് കുറെ കമ്പനീസ് ആക്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ മാറി വരുന്നത്? കാലം മാറുന്ന അനുസരിച്ച് കമ്പനീസ് ആക്ട് മാറണ്ടേ? കമ്പനീസ് ആക്ട് എന്തിനാ മാറി നിൽക്കുന്നത്? കമ്പനീസ് ആക്ട് മാറി വരും. പറഞ്ഞു മനസ്സിലായോ? എപ്പോഴും നമ്മളെ ചേഞ്ച് എംബ്രേസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങ് ഇരുന്നാലേ നമ്മൾ അവിടെ കംഫർട്ടബിൾ ആവും. ഓ, എന്റെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ, എനിക്ക് അത് മതി, ഓ എനിക്ക് ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞ് നമ്മൾ ചേഞ്ച് കഴിയുന്നത് അവോയ്ഡ് ചെയ്യാൻ. എന്റെ ഒരു അഡ്വൈസ് പോലെ നിങ്ങൾ കാണണം, ചേഞ്ച് എംബ്രേസ് ചെയ്യുക. പുതിയൊരു കാര്യം വരെ പഠിച്ചെടുക്ക്, പുതിയൊരു കാര്യം വരെ മനസ്സിലാക്കിയെടുക്ക്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഓൾവേസ് എംബ്രേസ് ചേഞ്ച്. അപ്പൊ ആ ഒരു സൈക്കോളജിയാണ്, ആ ഒരു ഫിലോസഫിയാണ് ആര് ഫോളോ ചെയ്തത്? കമ്പനീസ് ആക്ട് ഉണ്ടാക്കുന്ന ലെജിസ്ലേച്ചേഴ്സും ഫോളോ ചെയ്തത്. എപ്പോഴും ഒരു പുതിയ കമ്പനീസ് ആക്ട് ആയിട്ട് കൊണ്ടുവരിക. മാറുന്ന ലോകം അനുസരിച്ച് മാറുന്ന കമ്പനീസ് ആക്ട്. അണ്ടർസ്റ്റുഡ്? അപ്പൊ പണ്ട് കുറെ കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. യെസ്, അതൊക്കെ മാറി പുതിയ കമ്പനീസ് ആക്ട് 2013 വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം, പ്രാക്ടീസോ നിങ്ങൾ എംപ്ലോയ്മെന്റോ എങ്ങനെ പോയാലും ഈ കമ്പനീസ് ആക്ട് തന്നെയായിരിക്കും.
നിങ്ങളെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഈ കമ്പനീസ് ആക്ട് തന്നെയായിരിക്കും. മാറ്റം വരുമോ? പറയാൻ പറ്റത്തില്ല, ലോകമല്ലേ, പെട്ടെന്ന് മാറാൻ. ശരി, അപ്പൊ കമ്പനീസ് ആക്ട് 2013 ആപ്ലിക്കബിലിറ്റി ആണ്. ക്ലോസ് എ എല്ലാവർക്കും മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായോ? ക്ലോസ് ബി എന്താണ് ഈ പറയുന്നത്? ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാല് ഇൻഷുറൻസ് കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ് കമ്പനീസ് ആക്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഇൻഷുറൻസ് കമ്പനി എന്താ? ഒരു കമ്പനിയാ, അവർ ബിസിനസ് ചെയ്യുന്ന ഏത് മേഖലയില്? ഇൻഷുറൻസ് മേഖലയില്. അങ്ങനത്തെ കമ്പനികളെയാണ് നമ്മൾ എന്ത് കമ്പനി എന്ന് വിളിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനി. മനസ്സിലായോ? അപ്പൊ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനി അത് ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു? ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനി, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇൻഷുറൻസ് കമ്പനീസ് എന്ത് അനുസരിക്കണം? കമ്പനീസ് ആക്ട് 2013 അനുസരിക്കണം. അത് അടിസ്ഥാനമായിട്ടൊരു കമ്പനിയാണ്. അവർ ചെയ്യുന്ന ബിസിനസ് എന്താ? ഇൻഷുറൻസ് ബിസിനസ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇൻഷുറൻസ് കമ്പനി അടിസ്ഥാനമായിട്ടൊരു കമ്പനി ആയതുകൊണ്ട് അവർ ഏത് ആക്ട് അനുസരിച്ചേ പറ്റൂ? കമ്പനീസ് ആക്ട് അനുസരിച്ചേ പറ്റൂ. പക്ഷെ ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനി ബിസിനസ് ചെയ്യുമ്പോൾ അവര് ഇൻഷുറൻസ് ആക്ടും IRDA റെഗുലേഷൻസ് പ്രകാരമാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അവര് എക്സ്ട്രാ 2 ആക്ടുകളും കേൾക്കണം. ഏതൊക്കെയാ അത്? ഇൻഷുറൻസ് ആക്ടും കേൾക്കണം, പിന്നെ IRDA എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആക്ട്. റെഗുലേറ്റർ ആണ്. ഇത് റെഗുലേറ്റഡ് സെക്ടർ ആണ്. റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ചില റെഗുലേറ്റേഴ്സിനെ വെച്ചിട്ട് ഇത് നിയന്ത്രിക്കുന്നുണ്ട്. കാര്യം ബിസിനസ് ചെയ്യുമ്പോൾ നേരെ ചൊവ്വേ ചെയ്യുകയാണോ അല്ലയോ എന്ന് നോക്കാൻ ഗവൺമെന്റ് ഒരു റെഗുലേറ്ററിനെ വെച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെ ആക്ടുകൾ കേൾക്കണം? കമ്പനീസ് ആക്ട് കേൾക്കണം. പിന്നെ ഏത് ആക്ട് കേൾക്കണം? ഇൻഷുറൻസ് ആക്ട് കേൾക്കണം. പിന്നെ ഏത് ആക്ട് കേൾക്കണം? IRDA ആക്ട് കേൾക്കണം. റെഗുലേഷൻസ് കേൾക്കണം. IRDA റെഗുലേഷൻസ് കേൾക്കണം. ആണോ? യെസ്. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, കമ്പനീസ് ആക്ടിൽ പറയുന്ന ഒരു കാര്യവും ഇൻഷുറൻസ് ആക്ടിൽ പറയുന്ന ഒരു കാര്യവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, വിരുദ്ധമായിട്ട് കിടക്കുക. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് ആക്ടിൽ പറയാണ് ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് മതി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ഡയറക്ടേഴ്സ് മതി. പക്ഷേ ഇൻഷുറൻസ് ആക്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ 5 ഡയറക്ടേഴ്സ് മിനിമം വേണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചോദിക്കും, അപ്പൊ 5 ഡയറക്ടേഴ്സ് മതിയോ? അപ്പം 2 ഡയറക്ടേഴ്സ് മതിയോ? അതോ 5 ഡയറക്ടേഴ്സ് വേണോ? ഏത് ആക്ട് അനുസരിക്കും? എപ്പോഴെങ്കിലും കമ്പനീസ് ആക്ടും ഇൻഷുറൻസ് ആക്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ആക്ട് കേൾക്കണം, IRDA ആക്ട് കേൾക്കണം, IRDA റെഗുലേഷൻസ് കേൾക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനി കമ്പനീസ് ആക്ട് കേൾക്കണം. എത്ര വരെ കേട്ടാൽ മതി? വിരുദ്ധം ഇല്ലാത്ത ഭാഗം വരെ കേട്ടാൽ മതി. വിരുദ്ധം ഉണ്ടെങ്കിൽ ഏത് ആക്ട് കേട്ടാൽ മതി? ഇൻഷുറൻസ് ആക്ട് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ചോദ്യം ഇതാണ്, ഇൻഷുറൻസ് കമ്പനി കമ്പനീസ് ആക്ട് കേൾക്കണോ? കേൾക്കണം. എത്ര വരെ? വിരുദ്ധമല്ലാത്ത ഏരിയാസ് വരെ, ഇൻകൺസിസ്റ്റന്റ് അല്ലാത്ത ഏരിയാസ് വരെ. മനസ്സിലായോ? യെസ്. ഇത് കണ്ടോ? ക്ലോസ് ബി, ഇൻഷുറൻസ് കമ്പനീസിനും എന്താ ആപ്ലിക്കബിളാ? കമ്പനീസ് ആക്ട് ആപ്ലിക്കബിളാ. പക്ഷെ എവിടെ വരെ? എക്സെപ്റ്റ് എവിടെ വരെ? ഇൻഷുറൻസ് കമ്പനി except in so far as the said provisions എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിന്റെ provisions are inconsistent with the provisions of ഏത് ആക്ടാ? ഇൻഷുറൻസ് ആക്ട് 1938 or the Insurance Regulatory and Development Authority Act 1999. അതിന്റെ അർത്ഥം ഇൻഷുറൻസ് കമ്പനി കേൾക്കണ്ടെന്നല്ല കമ്പനീസ് ആക്ട്. ഇൻഷുറൻസ് കമ്പനിയും കേൾക്കണം കമ്പനീസ് ആക്ട്. പക്ഷെ എത്ര വരെ കേട്ടാൽ മതി? എത്ര വരെ കേട്ടാൽ മതി? വിരുദ്ധം ഇല്ലാത്ത ഏരിയാസ് വരെ കേട്ടാൽ മതി. വിരുദ്ധം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസ് കമ്പനി ഏത് കേൾക്കണം? IRDA പിന്നെ ഇൻഷുറൻസ് ആക്ട് കേൾക്കണം. അതിനാണ് കൂടുതൽ പ്രസക്തി. അതുകൊണ്ട് മനസ്സിലായോ? അപ്പൊ കമ്പനീസ് ആക്ട് ആർക്കൊക്കെ ആപ്ലിക്കബിൾ? കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഓർ എനി പ്രീവിയസ് കമ്പനി ലോ. ഇൻഷുറൻസ് കമ്പനി. അടുത്തത് ക്ലോസ് ദി ബാങ്കിങ് കമ്പനി. ഒരു ബാങ്കിങ് കമ്പനിയുടെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാം? ഒരു ബാങ്കിങ് കമ്പനിയുടെ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക്. കേട്ടിട്ടുണ്ടോ? കേരളത്തിലുള്ള ബാങ്കാണ്. ആ കമ്പനിയുടെ യഥാർത്ഥ പേര് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതൊരു പബ്ലിക് കമ്പനിയാണ്. അപ്പൊ ഇതൊരു കമ്പനിയാണല്ലേ? യെസ്. ഈ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ബാങ്കിങ് ബിസിനസ്. അതുകൊണ്ടാണ് ഇതൊരു ബാങ്ക് ആയത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. അപ്പൊ ചോദ്യം ഇതാണ്, ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പബ്ലിക് കമ്പനി, അത് ലിസ്റ്റഡും കൂടിയാണ്. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പബ്ലിക് കമ്പനിയായ ലിസ്റ്റഡ് കമ്പനി. കമ്പനീസ് ആക്ട് കേൾക്കണോ? കേൾക്കണം. അടിസ്ഥാനമായിട്ട് ഇതൊരു കമ്പനിയാ, കേട്ടേ പറ്റൂ. പ്ലസ് ഏത് ആക്ട് കേൾക്കണം? RBI റെഗുലേഷൻസിന്റെ ഒരു ആക്ട് ഉണ്ട്, അത് കേൾക്കണം. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. അതേപോലെ RBI ആക്ട് ഉണ്ട്, അതൊക്കെ കേൾക്കണം. അഥവാ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടും കമ്പനീസ് ആക്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലോ ഏത് കേട്ടാൽ മതി? ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് കേട്ടാൽ മതി. RBI ആക്ട് കേൾക്കണം. 1934 RBI ആക്ട് കേൾക്കണ്ട. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1969 കേട്ടാൽ മതി. മനസ്സിലായോ? 1949 കേട്ടാൽ മതി. മനസ്സിലായോ? യെസ്.
നോക്കിക്കേ, ബാങ്കിങ് കമ്പനി except in so far as the set provisions are inconsistent with the provisions of Banking Regulation Act 1949. എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രിസിറ്റി കമ്പനി. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞുതരാം. KSEB ലിമിറ്റഡ്, അദാനി പവേഴ്സ്, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം നമുക്കറിയുന്ന KCB, എപ്പോഴും കറണ്ട് കട്ട് ചെയ്യുന്ന KCB. യെസ്, കറണ്ട് തരുകയല്ല, കട്ട് ചെയ്യുക. ഈശ്വര, അവർ കേൾക്കല്ലേ. ശരി, അപ്പൊ KCB ലിമിറ്റഡ് ഒരു കമ്പനിയാണ്, ഒരു പബ്ലിക് കമ്പനിയാണ്. അപ്പൊ അവർ ഏത് ആക്ട് കേൾക്കണം? കമ്പനീസ് ആക്ട് കേൾക്കണം, പ്ലസ് ഏത് ആക്ടും കൂടെ കേൾക്കണം? ഇലക്ട്രിസിറ്റി ആക്ട് 2003. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലോ? ഡിഫറൻസ് ഉണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് കേൾക്കേണ്ട. ആ ഡിഫറൻസ് ഉള്ള പോർഷൻ നിങ്ങൾ ഏത് മാത്രം കേട്ടാൽ മതി? ഇലക്ട്രിസിറ്റി ആക്ട് കേട്ടാൽ മതി. മനസ്സിലായോ? Companies engaged in the generation or supply of electricity, except in so far as the said provisions are inconsistent with the provisions of the Electricity Act 2003. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? യെസ്, യെസ്. ഈ ക്ലോസും F ക്ലോസും എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അതിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുവരെ എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? ഇതുവരെ എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? യെസ്, ഇതുവരെ എല്ലാവർക്കും പറഞ്ഞ് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ. ഞാൻ ഈ പഠിപ്പിച്ച ക്ലോസ് വരെ, അതായത് സെക്ഷൻ 3 എഴുതണ്ട കേട്ടോ. സെക്ഷൻ അല്ല, സബ്സെക്ഷൻ 3 എഴുതണ്ട. സെക്ഷൻ ആണിത്. ചേർത്ത് മുമ്പ് ഞാൻ പഠിപ്പിച്ചല്ലേ, ഞാൻ എങ്ങനെയാ മറന്നു? സബ്സെക്ഷൻ 3 ആണിത്. ഓക്കെ, സബ്സെക്ഷൻ 3 നിങ്ങൾ എഴുതണേ, കമന്റ്മെന്റ് എഴുതണ്ട. സബ്സെക്ഷൻ 4ൻ്റെത് ക്ലോസുകൾ ABCD, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹോംവർക്ക് ആയിട്ട് എഴുതിയാൽ, ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഹോംവർക്ക് ആയിട്ട് എഴുതിയാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിടൂ. യെസ്, ഏതൊക്കെ ക്ലോസുകളാ? A, പിന്നെ B, പിന്നെ CD. ഈ മെത്തേഡ് കിടക്കണം. പിന്നെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 470 സെക്ഷൻസിൽ നിന്ന് നിങ്ങൾ എത്ര സെക്ഷൻസ് പഠിച്ചു? നിങ്ങൾ ഒരു സെക്ഷൻ പഠിച്ചു. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചില്ല, പക്ഷെ എന്നാലും വീണ്ടും ഞാൻ തെറ്റിക്കുന്നു. സെക്ഷൻ 1, യെസ്, സെക്ഷൻ 1 പഠിച്ചു. ഏതൊക്കെയാണ്? ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ്, ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കബിലിറ്റി പഠിച്ചു കഴിഞ്ഞു. യെസ്, അപ്പൊ സെക്ഷൻ 1 പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കമ്പനി എന്താന്ന് ഒരു ഡെഫിനിഷൻ എഴുതാം. നമ്മൾ ഇവിടെ ഒരു സ്പേസ് വിട്ടിരുന്നു, കമ്പനി എന്ന് പറഞ്ഞ് എഴുതിയിട്ട്, അല്ലേ? നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. യെസ്, ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ. നിങ്ങളൊരു ബ്രേക്ക് എടുത്തിട്ട്, ചിലവർക്ക് ആഹാരമൊക്കെ എടുക്കാനുണ്ടാവും. സ്ക്രീൻ കാണുന്നില്ലേ? അയ്യോ, സ്ക്രീൻ കാണുന്നില്ലേ? വൈഷ്ണവി കാണുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട് വൈഷ്ണവി? ഒന്ന് ബ്രേക്ക് എടുക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറിയാൽ മതി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ഡോണ്ട് വറി. നമുക്ക് ശരിയാക്കാം, ഡോണ്ട് വറി. കമ്പനിയുടെ ഡെഫിനിഷൻ എഴുതിക്കോ. യെസ്, ആൻഡ് ഇൻ, അയ്യോ എഴുതുന്നത് കാണുന്നില്ല, ഐ ആം സോറി. കമ്പനി ഈസ് ആൻ, താങ്ക് യു വൈഷ്ണവി, കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ having separate legal existence. അപ്പൊ കമ്പനി എന്താ? കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, is an artificial person, is an artificial person having perpetual, ഇത് നിങ്ങൾ അടിച്ചിട്ടുള്ളതാ, എന്നാലും ഒന്ന് എഴുതിക്കും. having perpetual succession, limited liability of members എന്ന് എഴുതണേ. വെറും ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് എഴുതും. ലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഓണേഴ്സിന്റെ ലൈബിലിറ്റി ആണ് ലിമിറ്റഡ്. ലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആൻഡ് കോമൺ തീം. ഈ ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾ മിക്കപേരും കേട്ടിട്ടുണ്ടാവുന്നത്. കമ്പനീസിന്റെ എഴുതിയോ? ഈ ഡെഫിനിഷൻ അല്ലേ നിങ്ങൾ എഴുതുന്നത്? യെസ്, യെസ്. അങ്ങനെയാണെങ്കിൽ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഡെഫിനിഷൻ തന്നെ LLPക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതേ ഡെഫിനിഷൻ LLPക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
പറ്റില്ല. ഇത് കമ്പനിയുടെ ഡെഫിനിഷനാ. ആണോ? ആണോ? ഇത് കമ്പനിയുടെ ഡെഫിനിഷനാ. ഇത് LLPക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലേ? അല്ലേ ഗൈസ്? പറയൂ പറയൂ. ഇത് കമ്പനിയുടെ ഡെഫിനിഷനാ. ഇതെങ്ങനെ LLPക്ക് യൂസ് ചെയ്യാൻ പറ്റും? അല്ലേ? ആണോ? ഹൈ, വൈഷ്ണവി പറയുന്നത് യൂസ് ചെയ്യാന്ന്. എന്നാ അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. നിങ്ങൾ എഴുതിയ ഡെഫിനിഷൻ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഡെഫിനിഷൻ ആണോ എന്ന് ചോദിച്ചാൽ കമ്പനിക്ക് ഈ ഡെഫിനിഷൻ ആയിട്ട് യൂസ് ചെയ്യാം. കാര്യം കമ്പനിയും ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. നിങ്ങൾ എഴുതിയ ഡെഫിനിഷൻ യഥാർത്ഥത്തിൽ ഒരു ബോഡി കോർപ്പറേറ്റിന്റെ ഡെഫിനിഷനാണ്. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിൽ അത് യൂഷ്വലി സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും അവർക്ക്. അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. പെർപെച്വൽ സക്സഷൻ ഉണ്ടാവും, ചിലപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി ഉണ്ടാവും, കോമൺ സീൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എഴുതിയ ഈ ഡെഫിനിഷൻ യഥാർത്ഥത്തിൽ കമ്പനിയുടെ മാത്രമാകുന്ന ഡെഫിനിഷൻ അല്ല, ഇതൊരു ബോഡി കോർപ്പറേറ്റിന്റെ ഡെഫിനിഷനാണ്. ദാറ്റ് ഇസ് കമ്പനി ഈസ് എ ബോഡി കോർപ്പറേറ്റ്. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ സൂട്ടായത്. LLPക്കും ഈ ഡെഫിനിഷൻ എഴുതിയാൽ ആരും കുറ്റം പറയില്ല. കാര്യം LLPയും ഒരു ബോഡി കോർപ്പറേറ്റാണ്. വേറെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റ് നിങ്ങൾക്ക് അറിയാം? ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ബോഡി കോർപ്പറേറ്റ്. എക്സാമ്പിൾ ചോദിച്ചാലോ, കമ്പനിയും LLPയും. വേറെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയണ്ട, കമ്പനിയും LLPയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബോഡി കോർപ്പറേറ്റ് എന്താ കൈ? ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആകുന്ന ബോഡി കോർപ്പറേറ്റിനാണ് എന്തുള്ളത്? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആകുന്നത് പെർപെച്വൽ സക്സഷൻ ഉള്ളത്. കോമൺ സീൽ വേണമെങ്കിലാകാം, നിർബന്ധമല്ല, വേണമെങ്കിലാകാം. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ആക്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് RBI എന്ന് പറയുന്ന എൻറ്റിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, RBI. ചോദ്യം ഇതാണ്, RBI ഒരു കമ്പനിയാണോ? RBI ഒരു കമ്പനിയാണോ? ചോദ്യം ഇതാണ്, RBI ഒരു കമ്പനിയാണോ? യെസ്, ഞാൻ 8:30ക്ക് ബ്രേക്ക് തരാം, ജസ്റ്റ് ഒരു സെക്കൻഡ്. ചോദ്യം ഇതാണ്, RBI ഒരു കമ്പനി ആണോ? അല്ലല്ലോ. ആണോ? നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. നമുക്ക് RBI ആക്ട് പോയി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് RBI ആക്ട് ആണ്. RBI ആക്ടിനകത്ത് കണ്ടോ, ചാപ്റ്റർ 1. RBI ആക്ടിനകത്തും ചാപ്റ്റർ 1 എന്താ? പ്രിലിമിനറി. ഏതൊക്കെ സെക്ഷൻസ് ഉണ്ട്? സെക്ഷൻ 1, സെക്ഷൻ 2 ആണോ? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. ഇതിനകത്ത് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇല്ല. യെസ്, പക്ഷെ ബാക്കിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആക്ടിലും സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താ? ടൈറ്റിൽ ആണ്. അത് ലോങ് ടൈറ്റിലും ആകാം, ഷോർട്ട് ടൈറ്റിലും ആകാം, എക്സ്റ്റെൻഡ് ഉണ്ടാവും, കമൻസ്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഉണ്ടാവും. യെസ് ആണോ? എന്നാലേ സെക്ഷൻ 3 എടുക്കാൻ പോവുകയാണ്. RBI ആക്ടിന്റെ സെക്ഷൻ 3. ഓക്കെ, സെക്ഷൻ 3. ഞാൻ സെക്ഷൻ 3 പോവുകയാണ്. സെക്ഷൻ 3 എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. എന്താണ് സെക്ഷൻ 3ന്റെ ഹെഡിങ്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് റിസർവ് ബാങ്ക് കിടക്കുന്നുണ്ടോ? കാണാവോ? എല്ലാവർക്കും കാണാവോ? യെസ്. അതില് സബ്സെക്ഷൻ 1 ഉണ്ട്, സബ്സെക്ഷൻ 2 ഉണ്ട്. നമ്മൾ തൽക്കാലം സബ്സെക്ഷൻ 2 നോക്കാൻ പോയാ. ദ ബാങ്ക് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ്. കാണാവോ? ദ ബാങ്ക് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് ബൈ ദ നെയിം ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാവിംഗ് പെർപെച്വൽ. എന്തായിരിക്കും പെർപെച്വൽ? സക്സഷൻ ആൻഡ് എ കോമൺ സീൽ and shall by the said name sue and be sued. അതായത് നമ്മൾ സാധാരണ കമ്പനിയിൽ കാണുന്ന അതേ ഡെഫിനിഷന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ RBI ഒരു കമ്പനിയാണ് അല്ലേ? അല്ല, RBI ഒരു ബോഡി കോർപ്പറേറ്റാ. LLPയും ഒരു ബോഡി കോർപ്പറേറ്റാ. എല്ലാ കമ്പനികളും ബോഡി കോർപ്പറേറ്റാ. അപ്പൊ ബോഡി കോർപ്പറേറ്റ് എന്താ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതാണ് ബോഡി കോർപ്പറേറ്റ്. മനസ്സിലായോ? അപ്പൊ എല്ലാ കമ്പനികളും, എല്ലാ LLPയും RBIയും ബോഡി കോർപ്പറേറ്റ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എഴുതിയ ഈ ഡെഫിനിഷൻ എന്താ? ബോഡി കോർപ്പറേറ്റിന്റെ ഡെഫിനിഷൻ എഴുതിയത്. അണ്ടർസ്റ്റുഡ്? കമ്പനി ഒരു ബോഡി കോർപ്പറേറ്റ് ആയതുകൊണ്ട് കമ്പനിക്കും ആ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എവരിബഡി അണ്ടർസ്റ്റുഡ്? നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് സെബി അറിയാവോ? സെബി, മാർക്കറ്റ് റെഗുലേറ്റർ, ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ സെബി ആക്ട് കാണിക്കാൻ പോയാണേ. സെബി ആക്ട്. യെസ്,
സെബി ആക്ടിന്റെ സെക്ഷൻ 1 എന്തായിരിക്കും ഗൈസ്? സെബി ആക്ടിന്റെ സെക്ഷൻ നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടാവത്തില്ല ആ ആക്ട് ഒന്നും. എന്നാലും സെബി ആക്ടിന്റെ സെക്ഷൻ 1 എന്ത് തന്നെയാണ്? വീണ്ടും ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ് എന്തില്ലെന്നേ ഉള്ളൂ. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കബിലിറ്റി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഉണ്ട് ആണല്ലോ. ഇതിന്റെ സെക്ഷൻ 3 ഒന്ന് നോക്കിക്കേ. സെക്ഷൻ 3 ഞാൻ എടുക്കാൻ പോയാണ്. ഇത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് കഴിഞ്ഞ് സെക്ഷൻ 3. സെക്ഷൻ 3 എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ബോർഡ്. ബോർഡ് എന്ന് പറഞ്ഞാൽ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിലെ സബ്സെക്ഷൻ 2 നോക്കിക്കേ. ദ ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് ബൈ ദ നെയിം അഫോർസെഡ്. ഏത് അഫോർസെഡ്? മേളി പറഞ്ഞ പേര് ഏതാ? എന്താ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ with power subject to the provisions of this act to acquire, hold, dispose of property, both movable and immovable, and to contract, and shall by the said name sue or be sued. അതിന്റെ അർത്ഥം സെബിയും എന്താ? ബോഡി കോർപ്പറേറ്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാ. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ സെബിക്കെതിരെ കേസിന് പോവാം, എനിക്ക് വേണമെങ്കിൽ RBIക്കെതിരെ കേസിന് പോവാം. അപ്പൊ കോടതി RBIനെ സെബിനെ ഒരു വ്യക്തിനെ പോലെ കാണുമോ? യെസ്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. വേണമെങ്കിൽ RBIക്കും സെബിക്കും എനിക്കെതിരെ കേസ് പോവും. ഞാൻ എന്ത് ചെയ്താൽ? ഞാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആകുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ, ഞാൻ ആരെ പോലെയൊക്കെ കള്ളത്തരം കാണിച്ചാൽ, സ്കാം 1992 ഒക്കെ കണ്ടിരുന്നോ? ഹർഷത് മെഹ്ത്ത എന്നൊക്കെ പറയുന്ന ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെ പോലെ ഞാൻ എന്തെങ്കിലും സ്കാം കാണിച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ആയ സെബി എന്ത് ചെയ്യും? എനിക്കെതിരെ കേസ് എടുക്കും. യെസ്, ഹർഷത് മെഹ്ത്ത. യെസ്. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാണ്, ബോഡി കോർപ്പറേറ്റിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ എല്ലാ കമ്പനികളും, എല്ലാ LLPയും, സെബി, RBI ഇതെല്ലാം ബോഡി കോർപ്പറേറ്റാ ആണോ? ഞാൻ ഒരു ബോഡി കോർപ്പറേറ്റിനെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ആ ബോഡി കോർപ്പറേറ്റിനെ എന്താവും എന്നറിയോ? മെമ്പർ ആകാൻ പോവുകയാണ് ആ ബോഡി കോർപ്പറേറ്റിന്റെ. യെസ്, ആ ബോഡി കോർപ്പറേറ്റിന്റെ മെമ്പർ ആകാൻ നിങ്ങൾ പോവുകയാണ്. ആ ബോഡി കോർപ്പറേറ്റ് ഏതാണെന്നറിയോ? ICAI. യെസ്, സ്വാഹ നിന്റെ അറിയാതെ ഓണായി പോയടാ, കുഴപ്പമില്ല. ICAI. അപ്പം ICAIന്റെ ആക്ട് ആണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949. യെസ്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 സെക്ഷൻ 1 എന്തായിരിക്കും ഗൈസ്? കുറെ സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 1 എന്തായിരിക്കും? ഇതാ വീണ്ടും ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. ഇതാ വീണ്ടും കാണാവോ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇതാ സെക്ഷൻ 3 ഇൻകോർപ്പറേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഞാൻ എടുക്കാൻ പോയാണ് സെക്ഷൻ 3. അപ്പൊ എത്ര സെക്ഷൻസ് ഉണ്ട് ICAI ആക്ടിൽ? ഈ ആക്ട് നിങ്ങൾ ഫൈനലി പഠിക്കും കേട്ടോ. ഈ ആക്ടിൽ ഓൾമോസ്റ്റ് 32 സെക്ഷൻസ് ഉണ്ട്. ചെറിയ ആക്ട്, നമ്മളെ ആക്ട്, ചെറിയ ആക്ട്. യെസ്, ശരി. അതായത് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഷെഡ്യൂൾസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നല്ല രസമാണ്, നിങ്ങൾക്കത് മനസ്സിലാവും. യെസ്, ഞാൻ ഇതിനകത്ത് സെക്ഷൻ 3 എടുക്കാൻ പോവുകയാണ്. യെസ്, സെക്ഷൻ 3. Section 3 ന്റെ subsection 2. Yes, the institute shall have perpetual succession and a common seal, and shall have power to acquire, hold, dispose of the property, both movable and immovable, and shall by its name sue or be sued. കണ്ടോ? വീണ്ടും അതേ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതിയ ഈ ഒരു ഡെഫിനിഷൻ ഇല്ലേ, ഈ ഒരു ഡെഫിനിഷൻ യഥാർത്ഥത്തിൽ എന്തിന്റെ ഡെഫിനിഷനാ? ബോഡി കോർപ്പറേറ്റിന്റെ ഡെഫിനിഷനാ. അപ്പൊ കമ്പനി ഒരു ബോഡി കോർപ്പറേറ്റ് ആയത് കൊണ്ടാണ് ഇതേ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കമ്പനിയിൽ. മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ?